ഇനി അത് കത്തിച്ചു നോക്കി റസൂലുള്ളാഹിന്റെ ശരീരവും റസൂലുള്ളാഹിന്റെ ഷഹറും കത്തിച്ചാൽ കത്തുകയില്ല. അല്ലേ? കത്തിച്ചാൽ കത്തുകയില്ല, അത് തീർച്ചയാണ്. അത് ഒരു സംശയവും ആ കാര്യത്തിലില്ല. കാരണം അത് കത്തിച്ചിട്ട് മുമ്പ് കത്തിച്ചിട്ടൊന്നും കത്തിയിട്ടില്ല. അപ്പൊ അത് കത്തിച്ചാൽ കത്തുകയില്ല എന്ന കാര്യം തീർച്ചയാണ്. തീരെ കത്തൂല, അത് ഇട്ടാലും കത്തൂല. തീ കൊണ്ട് എങ്ങനെ ചെയ്താലും കത്തൂല നേപ്പി. എന്നാൽ വീണാൽ കത്തുകയില്ല, ഇട്ടാൽ കത്തുമെന്ന് പേരോട്. വീണാലും ഇട്ടാലും കത്തിച്ചാലും കത്തുമെന്ന് പൊന്മള. ഇത് എന്താ നിങ്ങൾക്ക് മനസ്സിലായി? അദ്ദേഹം പറയുന്നു, എന്റെ വ്യക്തിപരമായ പരിശോധനയിൽ അദ്ദേഹം പറയുന്നു, ഷഹർ മുബാറക്ക് ചിലപ്പോൾ 1.7, 2.8 അതൊക്കെ കൂടി ഇപ്പൊ നീളുന്ന കാര്യം ഇപ്പൊ മോചിതത്തന്നെ അല്ലാതെ റബിലല്ല നിങ്ങൾ കൂടി വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങൾ വെച്ച് നോക്കൂ, ഒരേപോലെ വെച്ച ഷഹർ മുബാറക് പിന്നീട് എടുത്ത് കുറെ മാസങ്ങൾ കഴിഞ്ഞ് നോക്കിയാൽ ഒന്ന് മറ്റേതിനേക്കാൾ വളർന്നതായി കാണാം. അത് അനുഭവമാണ്. ഇപ്പൊ 5-6 കൊല്ലായാലോ എത്ര വളർന്നിട്ടുണ്ടാവും? അദ്ദേഹം വെല്ലുവിളിച്ച് പറയുന്നു. അദ്ദേഹം പറയുന്നു, എന്റെ വീട്ടിലുള്ള ഷഹർ മുബാറക്കിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു. ഈ അദ്ദേഹം ആരാണെന്നോ? ഹസ്രജിനെ കുറിച്ചിട്ടാ പറയുന്നത്. ഇത് തുടക്കത്തിൽ മുതലേ ഹസ്രജിനെ കുറിച്ച് ഇങ്ങനെ പറയാണ്. പിന്നെ പറയുമ്പോ അദ്ദേഹം എന്ന് പറയും. ഞാൻ ഈ ഷഹർ മുബാറക് അതാ ചിലപ്പോൾ ഖജാനയിൽ സൂക്ഷിച്ച ഒരു അല്പം 1-2 ഷഹർ മുബാറക് പിന്നീട് അത് തുറക്കുമ്പോൾ അത് 3 ഹനുമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ജവാഹിറുൽ പറയുന്നുണ്ട് അങ്ങനെ സംഭവിക്കുമെന്ന്. അത് 3-4 എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ എന്നിട്ട് പരിശോധിക്കും. തീ കത്തിച്ചിട്ട് എന്റെ ഒരു മുടിയെടുത്തിട്ട് ഞാൻ തീയിലേക്ക് കാണിക്കും, അത് കരിയും. എന്നിട്ട് പിന്നെ ഈ 3 ഒന്ന് വെച്ചിട്ട് കൂടുതൽ കണ്ട ഈ ഷാറ് ഓരോന്നെടുത്ത് തീയിൽ കാണിക്കും, ഒരു കരിയിലും സംഭവിക്കുന്നില്ല. അപ്പോൾ അത് റസൂലുള്ളാഹിന്റെ ഒരു ഷാറിൽ നിന്നുണ്ടായ മറ്റു ഷാറുകളാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഞാൻ എത്രയോ പരിശോധിച്ച അനുഭവം എനിക്കും. അവിടെ നിൽക്കി സിയൊക്കെ അവിടെ നിൽക്കും. അങ്ങനെ എത്രയോ അനുഭവം മൂപ്പർക്കുണ്ട്. ഈ മണ്ണ് തിന്നോ പറയട്ടെ? ആ സഹാബിയിൽ നിന്നാണ് പിന്തലമുറക്കാരായ ഹസ്റജി കുടുംബം സ്വീകരിച്ചത്. ബഹുമാനപ്പെട്ട മൻസൂറുൽ ഹാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞതായി കാണാം, ഹസ്റജി കുടുംബത്തിന്റെ അടുക്കലാണ് ഇത് വളരെ സുസ്ഥിരമായി സ്ഥിരീകരിക്കപ്പെട്ടതായി ലോകത്ത് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ടതിൽ ഒന്ന് എന്ന് ആ ഹസ്റജി കുടുംബം ആദരവോടുകൂടെ സൂക്ഷിച്ചു. ഇത്ര കാലം ഒരു മുടി നിൽക്കുമോ എന്നാണ് ചിന്തയെങ്കിൽ മണ്ണിൽ വെച്ചാൽ പോലും പോറലേൽക്കുകയില്ല. അവിടെ മണ്ണിൽ വെച്ചാൽ പോലും പോറലേൽക്കൂല. ഇതൊക്കെ ഇവരെന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇത്ര കാലം ഈ തിരുകേശം ഇവിടെ നിലനിൽക്കണു, അത് മണ്ണ് വെച്ചാൽ പോലും അതിന് പോറലേൽക്കൂല, ഒരു നിലവും അത് നശിച്ചു പോകൂല. ഇതൊക്കെ ഒരു തെളിവ് പറഞ്ഞതാണ്. ഇപ്പൊ എന്തേ പിന്നെ സംഭവിച്ചത്? എന്തിപ്പോ സംഭവിച്ചത്? ടോർച്ചടിച്ചു നോക്കിയോ നേരെ കണ്ടുകൂടോ? താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഞാൻ കശ്മീരിലെ ഹറത്ത് ബാൽഡിയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുടി നഷ്ടപ്പെട്ടു പോയ കാര്യം നിങ്ങളെ ശ്രദ്ധയിൽ ഉണർത്തി. ആ രാജ്യത്തുള്ള സത്യവിശ്വാസികൾ പറഞ്ഞു, ഇത് മുഹമ്മദ് നബിയുടെ മുടിയാണെന്ന് ബോധ്യപ്പെടാൻ ഞങ്ങൾക്കൊരു ടെസ്റ്റ് വേണം. ബഹുമാനപ്പെട്ട കോടതി അവരോട് ചോദിച്ചു, എങ്ങനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യും? അവര് പറഞ്ഞു, ആ മുടി തന്നാൽ ഞങ്ങൾ ആ മുടിയിലേക്ക് ടോർച്ച് വെക്കിയാൽ അതിന് നിഴല് വരുമോ ഇല്ലയോ? അതിന് നിഴലുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബി മുടിയല്ല. അതിന് നിഴല് വരുന്നുണ്ടോ? അത് മുഹമ്മദ് നബിയുടെ മുടിയല്ല. നിഴല് ഇല്ലെങ്കിലേ ഞങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അവരെ അടിച്ചു എന്നാണ്. ആ രോമത്തിനും ആ മുടിക്ക് നിഴല് വന്നില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്. 1400 1400
ഈ പകരം പറയട്ടെ, മേലുണ്ടാവോ? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. സലാമാണോ? അതെ. തിരക്കിലുണ്ടാ? അത് ഉസ്താദിന്റെ കൂടെ മഹദി അഹമ്മദ് തങ്ങൾ പഠിക്കുന്നുണ്ടോ? അതെ. നമുക്ക് കാഞ്ഞങ്ങാട്ടിൽ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് മൂപ്പരെ ഒരു ദുആക്ക് വേണ്ടിയിട്ട് മൂപ്പരെ കാഞ്ഞങ്ങാട്ടേക്ക് ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഉച്ചയല്ലേ? ഓ അതെ, അത് ഓതല്ലേ? ഈ ഓതന ഉച്ചയാളൊന്നും പറ്റൂല. എത്തിനാണ് അത് അടുത്ത മാസമാണ്, ഇപ്പല്ല. അത് മാസത്തിന്റെ കണക്കല്ല. അവിടുന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് വന്നാല് പിറ്റേന്ന് ക്ലാസ് നമുക്ക് കിട്ടുന്ന പോലെ ആക്കാം. അവിടുന്ന് ക്ലാസ്സെല്ലാം കഴിഞ്ഞിട്ട് വന്നാല് പിറ്റേന്ന് രാവിലെ അങ്ങോട്ട് കിട്ടുന്ന പോലെ പറഞ്ഞാക്ക് ചെയ്യുന്നത്. ഫായിദ ഉണ്ടോ ഇതിനൊക്കെ? അങ്ങനല്ല, നമുക്ക് തങ്ങളെ കിട്ടാൻ വേണ്ടി അങ്ങ് പഠിച്ചതാ. അല്ല, അന്ന് തങ്ങളൊന്ന് ദ്വാര കിട്ടുമെന്ന് നോക്കാൻ മതി, വേറെ ഒന്നുമല്ല. എന്താ സൗകര്യം പോലെ? അപ്പൊ ഞാൻ പിന്നെ അവർക്ക് വിളിച്ച് സംസാരിച്ചോടാം. തിരക്കിലുണ്ടാ? അതെ. ഒരു വിഷയം ചോദിക്കാൻ സമയം ഉണ്ടാവോ? സൗകര്യം പോലെ. അല്ല, ഉസ്താദ് വിഷയം ചോദിക്കാൻ സമയം ഉസ്താദ് തിരക്കിലുണ്ടാ? വേഗം പറയില്ല, ഞാൻ പണിയില്ല. ഉസ്താദ് റസൂലുള്ളാഹിക്ക് ചില സമയത്തൊക്കെ നേരുണ്ടാവും എന്നൊക്കെ പറയുന്ന ഒരു വാദം കേൾക്കുന്നുണ്ട്. അത് നമ്മൾ ശരിയല്ല. അത് അപ്പൊ ഷെയ്ഖുനെ പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ? ഫോറാണ് പറഞ്ഞെന്ന് കേട്ടു. അത് വളരെ അബദ്ധം പറ്റിയതായിരിക്കും എനിക്ക് തോന്നുന്നത്. അള്ളാഹു ആയാലും എനിക്ക് അതിനെ പറ്റി ഞാനതിനോട് 100% ഞാൻ അതിനോട് വിയോജിപ്പാണ്. അത് തങ്ങൾക്ക് മേലില്ല ഇൻഷാ അല്ലാഹ്. അല്ല ഉസ്താദ്, നമ്മൾ ഇന്നലെ ഇവിടെ ചർച്ച നടന്നു. നമ്മൾ യശുസഫിന്റെ നാട്ടിൽ കുട്ടികളെ ചർച്ച നടന്നു. അപ്പൊ അതിൽ പ്രശ്നങ്ങൾ സംഭവിച്ചൂടെ? അപ്പൊ ഉസ്താദ് തെറ്റിയതല്ല അവർ തന്നെ. കാരണം ആദ്യം ക്ലാസ്സിൽ പേരെടുത്താൽ പറയുന്നുണ്ട്. അതെ, ഞാൻ കേൾക്കുന്നത്. അല്ല, ഉസ്താദിന് തെറ്റിയല്ല, വിഷയം തെറ്റി. അങ്ങനെ ഒരു ഉസ്താദിനെ കുറിച്ച് പറയാൻ പാടുണ്ടോ? കാരണം പേരോട് ഉസ്താദിനെ കാട്ടി മേലെ ആരും ഇല്ലല്ലോ. ഇപ്പൊ ഏറ്റുസ്ഥാനം കഴിഞ്ഞാൽ പിന്നെ പേരെടുത്താന്നില്ലേ? ഓ, അത് നിങ്ങൾക്ക് വെറുതെ തോന്നിയാണ്. അങ്ങനെ പറയാൻ പാടില്ല. സുന്നത്ത് ജമാഅത്തും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം പഠിക്കുന്ന പേരെടുത്താൻ കഴിഞ്ഞാണ്. അതെ, അത് അവര് അബദ്ധം പറ്റിയത് ഓർ തിരുത്തേണ്ടി വരും. വാർത്ത പക്ഷെ അത് ഉസ്താദിനെ ഓർ മനസ്സിലാക്കിയതാണ്. അവർ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. മനുഷ്യന്മാർക്ക് അങ്ങനെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ വരില്ലേ? അങ്ങനെ ഓർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓരൊക്കെ നമ്മൾ കുറ്റം പറയുന്നു വേണ്ടല്ലോ. ഓറാ മനസ്സിലാക്കിയതിൽ അബദ്ധം എന്തെല്ലാം അങ്ങനെ ഉണ്ട്. എന്തെല്ലാം വിഷയങ്ങളിൽ അക്കാറുകളിൽ കിട്ടുമ്പോളിൽ നോക്കിയിട്ട് അങ്ങനെ അബദ്ധങ്ങൾ കുടുങ്ങി എത്ര ഉണ്ട്. അതിലൊന്നിപ്പോ ഓരോ കുറ്റം പറഞ്ഞ യാതൊരു ആവശ്യമില്ലാറും 99.6% ഓറ് പറയുന്നതൊക്കെ സ്വഭാവമാണ്. 1% ശിഷ്യന്മാരും അനുയായികളും ഇതാണ് ഇതില് തമ്മിലുള്ള പ്രശ്നങ്ങൾ. അപ്പൊ എന്നാ എന്നാ തിരുത്തണ്ടേ? നമ്മക്കത്ര മതി, തിരുത്തിയാ മതി. അബദ്ധം പറ്റിയതാണെങ്കിൽ തിരുത്തണീന് എന്താ അത്ര വലിയ ബേജാറ് അല്ലേ? അബദ്ധം പറ്റിയതാണെങ്കിൽ വേഗം തിരുത്തല്ലേ ഏറ്റവും നല്ലത്. അബദ്ധം പറ്റിയ പെട്ടെന്ന് തിരുത്തി കൊടുത്താൽ മതി. തിരുത്തിയാൽ ആരും ഒന്നും പറയില്ല. പക്ഷെ തിരുത്തിയിട്ടില്ലെങ്കിൽ ആൾക്കാർ ഇത് അംഗീകരിക്കൂല. തിരുത്താത്തോടത്തോളം കാലം നിങ്ങൾ ആൾക്കാർ വെറുതെ പുറത്തു വിടില്ല. ഞാൻ എന്റെ സാമാന്യ ബുദ്ധി കൊണ്ട് വിധി പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ വന്ന് മതം പറയാൻ തുടങ്ങിയാൽ അവന് ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഇല്ല. അതാണ് ഞങ്ങൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുത്തുനബിക്ക് നേരില്ല എന്ന് ഇമാമിയങ്ങൾ, നൂറുകണക്കിന് ഇമാമിയങ്ങൾ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒറ്റ ചോദ്യം, ഒരേ ഒരു ചോദ്യം കുറ്റ്യാടിയുടെ അന്തരീക്ഷത്തിൽ നിങ്ങളൊക്കെ മനസ്സിലാ ചോദ്യം ഓർമ്മിച്ചു വെക്കുക. ഒറ്റ ചോദ്യം, അതായത് അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ വഫാത്തിന് ശേഷം ആയിക്കോട്ടെ എപ്പോഴും ഏതെങ്കിലും ഒരു സമയത്ത് നെയ്യലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആധികാരിക ഒരൊറ്റ പണ്ഡിതന്റെ വാക്ക്. രണ്ടാമത്തെ ഞങ്ങൾക്ക് വേണ്ട. എങ്ങനെ മനസ്സിലായില്ല? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ജനിക്കുന്നതിന്റെ മുമ്പ് ഏതെങ്കിലും ഒരു പണ്ഡിതൻ, മുജാഹിദ് പോരാ, ജമാഅത്ത് പോരാ, പിന്നെ ഒരൊറ്റ സുന്നി പണ്ഡിതൻ ഏതെങ്കിലും ഒരു നേരത്ത് മുത്തുനബിക്ക് മേലുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ ചേർത്ത് ഞങ്ങളെടുക്കാം. മറ്റൊന്ന് പറഞ്ഞെടുത്തൂടെ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർ കണ്ട കുറ്റം ഈ ഒരു കുറ്റാണ്. ആശയപരമായി അവരോട് യോജിച്ചില്ല.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവർക്ക് ഉൾക്കൊള്ളാൻ കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച. കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച. കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച. പക്ഷെ അത് കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ മതത്തിൽ വിശ്വസിച്ചിട്ടുള്ളത്. കത്തിച്ചു നോക്കാൻ ഒരിക്കലും പാടില്ല. അങ്ങ് കത്തിച്ചു നോക്കി പരിശോധിക്കണമെന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടുമില്ല. പ്രവാചകന്റെ കാലത്തും അതിന് ശേഷവും അത് കത്തിച്ചു നോക്കിയല്ല, വിശ്വസ്തരായ ആളുകളിലൂടെ ലഭിച്ചു എന്നതാണ്. അടക്കം പറഞ്ഞു നബിസല്ലല്ലാഹു തങ്ങളുടെ ഷാറോഭാഗത്തിൽ കത്തൂലാണ് എപ്പിസ്തടക്കം പറഞ്ഞു. എപ്പിസ്തഡ് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ തിരികേശം കത്തുകയില്ല, പക്ഷെ കത്തിക്കാൻ പാടില്ലാണല്ലോ. ഞാനത് റസൂലുള്ളാഹിന്റെ പേരിൽ പാർട്ടി ഓടിയിട്ട് ഞാൻ കത്തിച്ചു, അത് കത്തി. എന്നാൽ ഏൽപ്പിക്കാതെ പറഞ്ഞ ആൾക്കുന്നത് ഞാൻ എഴുതിക്കണില്ല. കാരണം കത്തൂലാണ് റസൂലുള്ളാഹി അയാൾക്ക് കൽത്ത. എന്നാൽ ഏൽപ്പിക്കാതെ പറഞ്ഞ ആൾക്കുന്നത് ഞാൻ എഴുതിക്കണില്ല. കാരണം കത്തൂലാണ് റസൂലുള്ളാഹി അയാൾക്ക് കൽത്ത. എന്നാൽ ഏൽപ്പിക്കാതെ പറഞ്ഞ ആൾക്കുന്നത് ഞാൻ എഴുതിക്കണില്ല. കാരണം കത്തൂലാണ് റസൂലുള്ളാഹി അയാൾക്ക് കൽത്ത. എന്നാൽ ഏൽപ്പിക്കാതെ പറഞ്ഞ ആൾക്കുന്നത് ഞാൻ എഴുതിക്കണില്ല. കാരണം കത്തൂലാണ് റസൂലുള്ളാഹി അയാൾക്ക് കൽത്ത. പിന്നെ അത് വഫാത്തിന് ശേഷം ഞാൻ വഫാത്തിന് ശേഷം നിലനിൽക്കില്ല. റസൂലുള്ളാഹി ഇസ്ലാത്തിൽ നിന്ന് ഖിയാമത്ത് വരെ നിൽക്കണം. അതിലേക്ക് ഖുർആൻ മാത്രമേ ഉള്ളൂ. പിന്നെ അത് വഫാത്തിന് ശേഷം ഞാൻ വഫാത്തിന് ശേഷം നിലനിൽക്കില്ല. റസൂലുള്ളാഹി ഇസ്ലാത്തിൽ നിന്ന് ഖിയാമത്ത് വരെ നിൽക്കണം. അതിലേക്ക് ഖുർആൻ മാത്രമേ ഉള്ളൂ. ബാക്കി അതിൽ നിലനിൽക്കണമെന്നില്ല. ബാക്കി നിലനിൽക്കൂല അല്ലേ? ഇനി ബാക്കി നിലനിൽക്കുന്നുണ്ടോ? എ.പി. അബൂബക്കർ പറയാം, മർക്കസിലെ ആൾക്കാർ ഒരുമിച്ച് കൂടുന്നത് പോലും പിന്നെ നിലനിൽക്കണാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ കേട്ടു അല്ലേ? ഇയാളെ പഴയ പ്രസംഗമാണെങ്കിൽ എവിടെ പറഞ്ഞ പറയുന്നത് ഒരു ദിവസം നീക്കുമ്പോ ഞാനൊരു നിഴല് കാണുന്നു. ഒരു നിഴല് കാണുന്നു. ഞാനിങ്ങനെ നോക്കി പുരുഷന്റെ നിഴലാണ്. അങ്ങനെയുള്ള പുരുഷന്മാരെ എന്താ തന്നെ തലത്തിട്ടുണ്ടാവുന്ന കുപ്പായുണ്ടാവുന്ന ആളുകളാവുന്നു. അപ്പൊ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ാകുന്ന തലേതൊക്കെ ഉണ്ടാവില്ലേ? സുബ്ഹാനല്ലാഹ്, ഒരു കാണുന്നു ഒരു തന്നെ മേലാണെന്ന് നിലവേണ്ട എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ ചിന്തിച്ച് കടച്ചവര് ഈ ഒരു പുരുഷന്റെ നീലാണെന്ന് എന്റെ വീട്ടിൽ കയറി വരാനുള്ളത് തങ്ങളാണ്. തങ്ങളെന്റെ വീട്ടിൽ വരാറില്ലല്ലോ. ഞാനെങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അല്ല നിങ്ങൾ ഇത്ര ഇടങ്ങാറാവൊന്നും വേണ്ട. പിന്നെ നമ്മളെ പേരോടാക്കാം. നിങ്ങൾ ഇങ്ങനെ ഇടങ്ങാറാവൊന്നും വേണ്ട. മുജാഹിദ് മൗലവി അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ ഇത്ര ഇടങ്ങാറാണ്ട. മുജാഹിദ് മൗലവി തന്നെ പറയട്ടെ. അത് കഫം പുടവയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതാണ് വസിയത്ത് മുഖേന നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ കാര്യങ്ങൾ. പിന്നെ ഇതേ ചോദ്യത്തിൽ ഒന്ന് വന്നത് വർക്കത്തുള്ള മുടിയായതിനാൽ വളരുകയും പെരുകുകയും ചെയ്യുമെന്ന് ഒരു ക്ലാസ് റൂമിൽ കേട്ടു എന്നാണ്. അതിലെനിക്ക് തോന്നുന്നത് ഇത്രയധികം മുടി എങ്ങനെ വന്നു? പ്രവാചകന്റെ മുടിയുടെ നീളവും വലിപ്പമൊക്കെ കൃത്യമായും വിവരിക്കപ്പെട്ടതാണല്ലോ. ഇനി ഒരാൾക്ക് മുടി ലഭിക്കുകയാണെങ്കിൽ തന്നെ 2, 3, 4 മുടിയൊക്കെ കിട്ടും. ആയിരക്കണക്കിന് മുടിയുടെ കെട്ട് ലഭിക്കൂലല്ലോ എന്നൊക്കെ ചോദ്യം വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞൊരു മറുപടി ആയിരിക്കും ആ റസൂലിന്റെ മുടിയല്ലേ അതിന് വർക്കത്തുണ്ടല്ലോ, അപ്പൊ ആ മുടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. 1400 കൊല്ലായിട്ട് വളരുകയാണെങ്കിൽ ഇത്ര വളർന്നാൽ മതിയോ? പെരുകുകയാണ്, എണ്ണം വർദ്ധിക്കുകയാണെങ്കിലും വളരുകയാണെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ ഇത് വർദ്ധിക്കുള്ളൂ. 4, 5 മുടി കൈറോവിലുണ്ട് പ്രവാചകന്റേതെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നത്. തുർക്കി മ്യൂസിയത്തിൽ പ്രവാചകന്റെ മുടികൾ എന്ന് പറയുന്ന സൂക്ഷിപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ ബാക്കിയാത്തിൽ ഒരു മുടിയുണ്ട് എന്ന് പറയുന്നു. കാശ്മീരിൽ ഒരു മുടിയുണ്ടെന്ന് പറയുന്നു. അപ്പൊ അവിടെയൊക്കെ പെരുകണം, അവിടെയൊക്കെ നീളം വെക്കണം. മാത്രമല്ല ഇപ്പൊ വാങ്ങിക്കൊണ്ടുപോയ മുടിയുടെ വലിപ്പം പറയുന്നത് ചെറുതാണെന്നാണ്. 10 കൊല്ലം കഴിയുമ്പോൾ എന്തായിരുന്നാലും 1 മീറ്റർ നീളമുണ്ടാവുമെന്ന് പരിശോധിക്കാൻ കഴിയുമല്ലോ. വാങ്ങിക്കൊണ്ടുപോയ മുടി ചെറുതാണെന്ന് പറയുന്നു. ഇങ്ങനെ വളരുകയും വലുതാകുകയും ചെയ്യുമെങ്കിൽ ആ മുടിയും ഇനി വളരണല്ലോ കുറച്ചു കാലം കഴിയുമ്പോൾ. ഇതൊക്കെ എന്തിനു വേണ്ടി പറയുന്നു എന്നുള്ളത് നമുക്ക് ആശ്ചര്യം തോന്നുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണ്, അതിന് ബർക്കത്തുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ ഇത് പ്രവാചകന്റെ മുടിയാണോ അല്ലയോ എന്നതാണല്ലോ സംശയം. പ്രവാചകന്റേതാണ് എന്ന് തെളിയിക്കുന്നതിന് സനദ് വേണം, രേഖ വേണം. അതൊന്നും തന്നെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ പുതിയ ന്യായങ്ങൾ ഉണ്ടാക്കുകയായിരിക്കും ഇതിന്റെയൊക്കെ ഉദ്ദേശമെന്ന് നമുക്ക് തോന്നുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് നിഴലില്ല, ആ മുടി കത്തുകയില്ല എന്നിങ്ങനെ അടയാളങ്ങൾ പറഞ്ഞു കേൾക്കുന്നു. ഇതിന് പ്രമാണത്തിന്റെ പിൻബലമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് മാത്രമായിട്ട് നിഴലുണ്ടോ ഇല്ലയോ എന്ന ചർച്ചയില്ല. പ്രവാചകന് നിഴലുണ്ടോ ഇല്ലയോ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. സൂഫികളും അതേപോലെ കഥകളും ദുർബലമായ തെളിവുകളും അവലംബിക്കുന്ന ആളുകൾ പ്രവാചകൻ മൊത്തമായി പ്രകാശമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ല എന്നും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട രണ്ട് സംഭവങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതിലൊന്ന് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ നിഴലിങ്ങനെ വരുന്നത് കണ്ടു. നിഴലിങ്ങനെ വരികയാണ്. അപ്പൊ മനസ്സിലായി റസൂലുള്ളയാണ് വരുന്നത് എന്ന്. അവർ കട്ടിലും കാര്യങ്ങളൊക്കെ ശരിയാക്കി എന്ന് ഉച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വന്ന ഒരു സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത് ഹദീസിൽ കാണാവുന്നതാണ്. സമാനമായ മറ്റൊരു ഹദീസ് നേര് കണ്ടിട്ട് മനസ്സിലാണ് റസൂലുള്ളാഹിനെ കാണുന്നതല്ല, ഭയങ്കര രസല്ലേ. എന്തെങ്കിലും നേടില്ല എന്ന് പറയുന്നവരുടെ തെളിവിനേക്കാൾ വളരെ ശക്തമായ തെളിവാണ് ഈ വിഷയത്തിലുള്ളത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുജാഹിദിന് ഈ പണ്ഡിതൻ ആരെ കിട്ടിയെന്നോ വേരോട് വിശദീകരിച്ചതാ പോയി പറയണത്, പണ്ഡിതന്മാർ വിശദീകരിച്ചത്. സൈനബിന്റെ വാഹനത്തിൽ സൗകര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് റളിയല്ലാഹുവിനോട് പറഞ്ഞു സഫിയനെയും കൂടി ആ വാഹനത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവര് പറഞ്ഞു, അന ഉഴ്ത്തി ഹാദിഹിൽ യഹൂദിയ, ഈ യഹൂദിക്ക് ഞാൻ കൊടുക്കുകയാണ്. യഹൂദ വംശത്തിൽ നിന്നാണല്ലോ സഫിയ റളിയല്ലാഹു അൻഹ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വെറുപ്പ് പ്രകടിപ്പിച്ചു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത വിഷമമായി പോയി. ആ പ്രയോഗം ശരിയല്ലല്ലോ. യഹൂദ കുടുംബത്തിൽ നിന്നാവട്ടെ വേറെ ഏത് കുടുംബത്തിൽ നിന്നാവട്ടെ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്ന പറഞ്ഞ ശരിയല്ലല്ലോ. ഹദീസ് തുടരുന്നുണ്ട്. അതിന്റെ ഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞത് പിന്നെ പറയുന്ന ഫബൈനമാഹിയ ദാത യൗമിൻ ഖായിദ ബിനിസ്ഫിൻ നഹാർ, ഉച്ച സമയത്ത് ഇരിക്കുന്നു. പ്രവാചകന്റെ നിഴല് കണ്ടു. കത് അക്ബര, ആ നിഴലിങ്ങനെ വരുന്നത് കണ്ടു. ഉച്ച സമയത്താകുമ്പോൾ നിഴലുണ്ടാവും. ആ നിഴലാണ് ആദ്യം വരുന്നത്, മുന്നിൽ വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പൊ സാധനങ്ങളും ചരക്കുകളും കട്ടിലൊക്കെ നന്നാക്കി റെഡിയാക്കി വെച്ചു. റസൂലുള്ള കയറി വരുന്നത് ആ വെറുപ്പൊക്കെ തീർന്ന് പ്രവാചകന്റെ ആ വെറുപ്പ് അവസാനിച്ചു എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുകൊണ്ട് പ്രവാചകനെ സ്വീകരിക്കാനുള്ള സമീപനം സ്വീകരിച്ചു എന്നൊരു ഹദീസ് ഈ വിഷയത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് അബൂദാവൂദ് ചുരുങ്ങിയ രൂപത്തിലും തബറാനിയൊക്കെ വിശദമായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതേ പ്രകാരം തന്നെ മറ്റൊരു ഹദീസ് ഇത് പറയണത് ആരാണെന്നോ, ഇത് മുജാഹിദിനോട് ചോദിക്കുമ്പോൾ മുജാഹിദ് മറുപടി പറയണതാ. അപ്പൊ പൊന്മള പേരോട് അദ്രൈമസാഖ് ഇപ്പൊ കണ്ടതൊന്നല്ല, പേരോട് ഈ മുജാഹിദിന്റെ പ്രസംഗങ്ങളിൽ നിന്ന് കണ്ടതാണത്. പേരോട് മുജാഹിദിന്റെ പ്രസംഗത്തിൽ നിന്ന് കണ്ടതാണ്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞത് കേട്ടോക്കിയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോൽക്കുക ചെയ്യുവാനാകട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടിയും ഉസ്താദന്മാർക്ക് വേണ്ടിയും ഒക്കെ ദ്വാരക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഷഹറെ മുബാറക ഉസ്താദുകളുണ്ട്. ഉസ്താദ് പറയും എല്ലാവർക്കും സംശയം, അല്ല അതിന് നീരുണ്ടോ നീലുണ്ടോ, അത് ഞങ്ങൾ ഉസ്താദ് പരിശോധിച്ച് ഞങ്ങൾ ഉസ്താദ് കുറച്ച് ആളുകൾ കൂടി കാട് പരിശോധിച്ച് നീലുണ്ടോ നോക്കുമ്പോൾ നീലില്ല. ധൈര്യ സമയത്ത് പറഞ്ഞോളി, അതിലേക്ക് ഏതാക്കണ്ട പേടിച്ചിട്ട് വാങ്ങാം. ബാക്കി ഇതൊക്കെ ഇവര് തന്നെ മുമ്പ് പറഞ്ഞതിന്റെ തെളിവുകൾ നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ എന്നിട്ട് ഇതിങ്ങനെ ഓരോ സമയത്തും ഇവരിങ്ങനെ പുതിയത് പറയാം. ഇതൊക്കെ മുജാഹിദ് പറഞ്ഞു വെച്ചത് അങ്ങൾ ഈ ഉണ്ടാക്കിയ തെളിവുണ്ടല്ലോ. ഈ അന്നും തക്ബീറാണ്, ഇപ്പോഴും തക്ബീറാണ്. മുജാഹിദ് പറഞ്ഞു വെച്ച തെളിവുകളാണ് ഇപ്പൊ നിങ്ങൾ പറയണത്. മുജാഹിദ് പറയാത്ത ഒരു തെളിവും നിങ്ങൾ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. മുജാഹിദ് പറയാത്തൊരു തെളിവ് നിങ്ങൾ പറഞ്ഞ മുജാഹിദിന്റെ തെളിവുകൾ മാത്രമാണ് നിങ്ങൾ ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ പുതിയതായി അവതരിപ്പിക്കുന്നത്, അല്ലേ? നെല്ലിക്കുത്ത് പ്രസംഗിക്കുന്ന കേട്ട് നമ്മളെ കൂട്ടത്തിലുള്ള ഒന്ന് രണ്ടാള് പിന്നെ പറഞ്ഞു, പിന്നെ സാരികളെ നമ്മളെ
നമ്മളായിട്ട് ബന്ധപ്പെട്ട ആളെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഉസ്താദിനോട് ചോദിച്ചു. ഉസ്താദ് അങ്ങനെ നോക്കിയത് ചെയ്തിരുന്ന ഉസ്താദ് നോക്കിനാ? ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഉസ്താദ് ഈ വിഷയം നോക്കിയിരുന്നോ? എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. ശരിയാവില്ല, അങ്ങനെ തോന്നില്ല. ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഉസ്താദ് ഈ വിഷയം നോക്കിയിരുന്നോ? എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. ശരിയാവില്ല, അങ്ങനെ തോന്നില്ല. AP പറയാം, നെല്ലിക്കുത്ത് പറയാം AP നോക്കിന്നു, AP പറയാം AP നോക്കിയിട്ടില്ല. ആര് പറഞ്ഞതാ സുഹൃത്തുക്കളെ ഇത് ശരി? ഒന്ന് ആലോചിച്ചോക്കാ നിങ്ങൾ. AP പറയാം AP നോക്കിയില്ല, അങ്ങനെ നോക്കേണ്ട ആവശ്യം എനിക്കില്ല. നെല്ലിക്കുത്ത് പറയാണ് AP നോക്കി. ഇവരാരും നോക്കിയിട്ടില്ല. ഈ സാധനത്തിന് മർക്കസിലെ മുടിക്ക് നേലുണ്ട്. അപ്പോ റസൂലുള്ളാഹിന്റെ ദിവ്യാശത്തിന് നേലില്ല, പക്ഷെ മർക്കസിലെ മുടിക്ക് നേലുണ്ട്. അതന്നെ ഇവിടുത്തെ പ്രശ്നം. നെല്ലിക്കുത്ത് ഉസ്താദ് പ്രസംഗിക്കുന്ന കേട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒന്ന് രണ്ടാള് പറഞ്ഞു, സൈഡികളെ നമ്മളായിട്ട് ബന്ധപ്പെട്ട ആളെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഉസ്താദ് ചോദിച്ചു. ഉസ്താദ് അങ്ങനെ നോക്കിയത് ചെയ്തിരുന്ന ഉസ്താദ് നോക്കിനാ? ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഉസ്താദ് ഈ വിഷയം നോക്കിയിരുന്നോ? എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. ശരിയാവില്ല, അങ്ങനെ തോന്നില്ല. പിന്നെ അതുപോലെ മൂപ്പര് തന്ന ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ കേൾക്കും. മൂപ്പര് എത്ര ശരിക്കും ഷെയർമാർക്ക് തന്നത് ഉസ്താദിനെ? മറ്റേ ഇക്ബാൽ ജാലിയ പോലെ ഉസ്താദിന് എത്ര ഷെയർമാർക്കും തന്നെ 60 മുന്നേ? അതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ല. അത് 2 3 ഒക്കെ ഉണ്ട്, എത്ര ഓർമ്മല്ല. അല്ല, പിന്നെ അത് പുറത്തു വരാൻ തുടങ്ങി. പുറത്തു വരാൻ തുടങ്ങി അതിന്റെ മുട്ട്. ശരി. പിന്നെ എനിക്ക് തോന്നുന്നു ഖദർജി നാട്ടിൽ വന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തിയതാണ് ഒരു ജോറാകുന്നു. അത് വേറെ, അത് വേറെ, അത് ബന്ധമില്ല. അള്ളാഹുത്താല ഹക്കുകളാണ് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാറ്റുമാർ അതിനേറ്റം പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബോംബെയിൽ പേര് വന്നതോടുകൂടി അവരുടെ അകത്ത് ഒന്നാഴ്ച കൂടിക്കഴിഞ്ഞു. ബോംബെയിൽ വന്നതോടുകൂടി അവരുടെ എല്ലാ കുടുംബങ്ങളും പരാജയപ്പെട്ടു. അത് വ്യക്തമായി പോയില്ലേ? അദ്ദേഹം വീണ്ടും എഴുതിയിട്ടു. ഇതൊക്കെ ശരിയാണ്, എഴുതി ഒപ്പിട്ട് കൊടുത്തു. പിന്നെ കള്ളത്തരം വിവരങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾ അവിടെ വെക്കും, അവിടെ കാര്യമാക്കും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ കൊടുത്തതുള്ളൂ. അപ്പൊ ആ കോട്ടിക്ക് ഇയാളെ ബോംബെന്ന് കൊടുക്കുന്നത് AP തന്നെയാണേ, അല്ലാതെ നൗഷാദ് ഹസനി അല്ല. കേക്കി അല്ല, ഒരു പ്രചരിപ്പിക്കുന്ന ഏതെല്ലാം കൊടുത്തു പ്രചരിപ്പിക്കുന്നേ? ഏതല്ല 700 കൊടുത്തു നോക്കുക. അതിന്റെ കൂടെ വെള്ളം വെള്ളം കൊടുത്ത് ഒരു സാധനം കഷ്ണം കഷ്ടാക്കിയത് ഏതെണ്ണാവില്ലേ? 700 വെള്ളത്തുമല്ലല്ലോ ഇവിടെ പ്രശ്നം. ഇത് അടിത്തറകളുടെ കണ്ട് ഏതെണ്ണായി കൊടുത്ത് തെറ്റായി പോകും. അതോട് കിട്ടുന്നുണ്ട് ചില ഏതെണ്ണായാൽ തെറ്റിയതാണ്, വെള്ളമായാൽ ശരിയാ. അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ടായിട്ടുള്ള അദ്ദേഹം കൊടുക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ കൊടുക്കണം. അല്ല, അതുകൊണ്ട് ഉസ്താദിനെ ഞാൻ ഉസ്താദിനെ നേരിട്ട് വിളിച്ചു. കാരണം പുറത്തിരിക്കുമ്പോ ഉമർക്കാമിൽ ഈ വിഷയത്തില് ഉസ്താദിനോട് ആദ്യം സൂചന നൽകിയിരുന്നു എന്നൊരു പുറത്തിരിക്കുമ്പോ ഇങ്ങനെ കേൾക്കുന്നത്. എന്നോട് നൽകിയിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല, എന്നോട് എതിര് വർദ്ധിച്ചില്ല. ഞങ്ങളിവിടെ സംബന്ധിച്ച് പഴയ കാലങ്ങളിൽ കൊണ്ടുവന്ന് സ്ഥിരപ്പെടുത്തി സംസാരിക്കുകയും ചെയ്തതല്ലാതെ അതുകൊണ്ടല്ലേ ഇപ്പൊ അങ്ങനത്തെ വേറെ വഴി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പഠിക്കാതെ അതിനെ കേൾക്കാനാണ് പറ്റും. ഞങ്ങളെ സമയം പോക്കല്ല. ഏതായാലും ഉള്ള പൈസകളെ പിന്നോടൊന്നിക്കാരതൊക്കെ കള്ളന്മാരുടെ ഇത് കേട്ടിട്ട് അല്ല, നമ്മള് വിഷയം പഠിക്കാൻ നമുക്ക് ഈ വിഷയത്തില് ധൈര്യത്തിൽ വറപ്പതിനകത്തിന് ഉണ്ടായത്. എന്നോട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കണ്ട് അവരിപ്പോ ബോംബെ പൊട്ടിച്ചു, താരത്തിനെ പൊട്ടിക്കാനുള്ളത് ഇപ്പൊ പൊട്ടിച്ചു കണ്ടില്ലേ? ഇപ്പൊ ബോംബെയിൽ വന്നിട്ട് എന്താ ഉണ്ടായത്?
അയാൾ ആട്ടി ഓടിച്ചു ശേഷം ഇങ്ങനെ ഉത്തരവാദികളല്ല അവരോട് പിടിച്ചു വെട്ടി എല്ലാം ചെയ്തില്ല. അവർക്കും എഴുതി പോകുമ്പോൾ ചെയ്ത് എഴുതി വാങ്ങിച്ചു. ഒന്നൊന്നും അറിഞ്ഞിട്ടില്ലേ? അത് ഞാൻ അറിഞ്ഞിരുന്നല്ലോ. പിന്നെന്താ അപ്പൊ ഇങ്ങനെ വന്നതുകൊണ്ട് അവര് ഒന്നുകൂടി മടിയായി. പിന്നെ ഒരിപ്പം മറ്റൊരു പ്രചരണം വെച്ചാൽ മൂപ്പര് സേനതേനി ഇല്ല, അത് പിന്നെ പാരമ്പര്യമായി കിട്ടി അവരെന്തെന്നോ പ്രചരിപ്പിച്ചു കൊണ്ടിട്ട് അവര് പ്രചരിപ്പിക്കുന്നവർക്കാണ് അതൊക്കെ കുറെ കൂടെ ഹക്കളൊക്കെ ചേർന്നത്. പിന്നെ മൂപ്പര് ബാപ്പാന്റെ കാലത്ത് അവിടെ പോക്കുണ്ടായിരുന്നില്ലേ മറ്റേ മുഹമ്മദ് അങ്ങനെ കാലത്ത് 100 വട്ടം പറഞ്ഞതാണ്. പിന്നെ വെറുതെ ഇങ്ങനെ അവർ ചോദിച്ചു കണ്ട അങ്ങനെ തുണിക്കട്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഹജറുൽ അസ്വദ് എടുത്ത് ആ തുണിക്കഷ്ടത്തിൽ അവിടുത്തെ കൈകൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നിയതുപോലെ ഒരു കൂട്ടർക്ക് പറ്റിപ്പോയല്ലോ. ഇത്ര എളുപ്പമുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞില്ലല്ലോ. ഒരു തോന്നലിപ്പങ്ങ് വന്നു അവിടെ വെച്ചു. അപ്പോഴാണ് ഇവർക്ക് തോന്നുന്നു ഇത്രയും ഈസിയായ ഒരു കാര്യം ഉണ്ടായിട്ട് ഞാൻ പലരും അവിടെ നിങ്ങൾക്ക് ഇൻഷാല്ലാ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഞാൻ തന്നെ തരുന്നതാണ്. അതിന്റെ പുറത്തുള്ളവരോട് നിങ്ങൾക്ക് വാങ്ങുകയും ചെയ്യാം. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുദ്ധിയാണ് ഈ കണ്ടത്. അല്ലാ, എന്തൊക്കെ പാടേണതൊരു സംഭവം. എവിടൊക്കെ എന്തൊക്കെ ഇവര് പറഞ്ഞു വെച്ചത്, എന്തൊക്കെയാണ് ഇവര് പറയാൻ ബാക്കിയുള്ളത് അല്ലേ? എത്രയാണ് ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കുറിച്ച് പറഞ്ഞത്? കത്തും കത്തൂല, ഇട്ടാ കത്തും, ചാടിയ കത്തൂല, ചാടിയ കത്തും, ഇട്ടാ കത്തൂല, ചാടിയാലും ഇട്ടാലും കത്തും, രണ്ടായാലും കത്തൂല അല്ലേ? എന്നാ കത്തിച്ചെന്നെ ചെയ്തു. കത്തിച്ച് നോക്കിയിട്ടാണ് അവിടെ വെക്കല്, കത്തിച്ച് നോക്കിയിട്ടാണ് തരല്, നേരുണ്ടോ നോക്കിയിട്ടാണ് തരല്. മണ്ണ് തിന്നൂല, മണ്ണ് തിന്നും. ഇതിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം ഇവർക്കുണ്ടോ? എന്നിട്ട് ഇവരൊക്കെ ഇങ്ങനെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ കുറ്റം പറഞ്ഞാലേ ആരെയാണ് പറയണത്, എന്താണ് പറയണതെന്ന് നോക്കാതെ എന്തെങ്കിലും ഒരു ചെറിയ കുറിച്ച് ഈ രോഗം പകർന്നു ഒരു ഭാഗത്തിന് അപ്പൊ പറയാൻ കത്തിച്ചു വെക്കണോ? ഒന്ന് ആലോചിച്ച് നോക്കാണ്. ഇന്നിപ്പോഴത്തെ ഒരു ചെറിയ പ്രസംഗകനോ ഒരു ലോക്കറാണോ പോയത്തേക്കുള്ള ഉത്തരവാദപ്പെട്ട സമസ്തന്റെ വലിയ സെക്രട്ടറി പറയാ കത്തിച്ചു വെക്കണം. പൈന് ഇവിടെ തെളിവുണ്ടാ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ കാലത്ത് തൗഹിദിനെ പറ്റി ചർച്ച വന്നപ്പോ കത്തിച്ചില്ലേ? അപ്പൊ കത്തിച്ചൂടെ? നബിന്റെ മുടിയാണ് ഈ കരിയിലല്ലോ, ഇതൊക്കെ ധൈര്യല്ലേ? മുടിന്റെ കറാമത്തെ തെളിയില്ലേ? ഞാൻ പറയട്ടെ, കൊണ്ടോട്ടിന്ന് മൂപ്പരെ തന്നെ ഉണ്ടെത്തി ചെന്നിട്ട് ഞാൻ പ്രസവിച്ചു. ചെറുക്കാരൻ എന്റെ മുന്നേ ഞാൻ പ്രസവിച്ചു. ഇപ്പൊ ജമീന്ദാങ്ങൾ അവർ കേട്ട ആൾക്കാരുണ്ടാവും. ഒരു കാര്യം ചെയ്യാ, മുടിന്റെ മൂച്ചത്ത് മാത്രമല്ലല്ലോ ചരിത്രത്തിൽ തെളിഞ്ഞത്, ഇസ്മിന്റെ കറാമത്തും തെളിഞ്ഞുകളല്ലോ. എന്ത് ശത്രുക്കൾ ഒന്ന് വെപ്പ് വിളിച്ചു, പ്രത്യേകതയില്ല. ഹാരിലെന്ന് പറഞ്ഞു, ഞാൻ വിസ്മിലല്ലേ ഇട്ട് കുടിക്കാം, നിങ്ങൾ ഉഗ്രവാദി വിഷം കൊണ്ടുവന്നോളൂ. ആ വിഷം ഞാൻ കുടിച്ചാണ് കാണിച്ചതാ. ഒരു ചുക്കിൻകുണ്ടാവരങ്ങൾ അംഗീകരിക്കുമെന്ന് വെച്ചു കൊണ്ടുവന്നു. ഉഗ്രവിഷം കൊണ്ടുവന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാദിറുള്ള വിഷം കുടിച്ചു. ഒന്നും അപ്പോൾ സംഭവിച്ചില്ല. ഇത് മുമ്പിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ടു പോയ മറുഭാഗ സെക്രട്ടറിയോട് ഞാൻ ചോദിക്കട്ടെ, അല്ല ഞാൻ വെല്ലുവിളിക്കട്ടെ, സംഘടനാപരമായിട്ടല്ല, വർക്കസില്ല, അപ്പത്തിൽ അബ്ദുർ റഷീദ് എന്ന വ്യക്തി എന്റെ പോക്കറ്റിലെ കാശെടുത്ത് ഞാനൊരു 100 രൂപക്ക് കുരുടാൻ വാങ്ങിച്ചു തരാം. കുരുടാൻ എന്ന് പറയുമ്പോ അതിന്റെ കട്ടി കിട്ടൂല, അതുകൊണ്ട് മലപ്പുറം ഭാഷയിൽ കുരുടാൻ എന്ന് ഞാൻ പറഞ്ഞു. ഈ സമവായം തന്നെ കൂട്ടി വായിക്കണ്ട. ഈ ഞാൻ വാങ്ങിത്തരാം. വിസ്മിച്ചെല്ലിട്ട് ചെറുശ്ശേരി ഒന്നാൻ കുടിക്കട്ടെ. തയ്യാറുണ്ടോ? എന്തേ ഒന്നുകിൽ ഈ വിസ്മിന്റെ കറാമത്തുണ്ട്, ഇല്ലെങ്കിൽ മൂപ്പര ശല്യം തീർന്നിട്ടു. രണ്ടാമതുണ്ടാവോ? അല്ലെങ്കിൽ ഇതാ അല്ലേ? ഇതാണ് ഖാലിദ് വലീദ് റളിയല്ലാഹുവിന്റെ കറാമത്ത്. അതായിരിക്കില്ല. ഖാലിദ് വലീദ് റളിയല്ലാഹുവിന്റെ കറാമത്ത് ആയിരിക്കില്ല. ചെറുശ്ശേരി ഉസ്താദിനില്ല. ആരുണ്ടെന്ന് പറഞ്ഞു? ഞങ്ങളെരുണ്ട് പറഞ്ഞു. ആരുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് ഒരിക്കലും ചെറുശ്ശേരി ഉസ്താദിനുണ്ട് എന്ന് ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞിട്ട് എന്നല്ല.
എന്നാലേ ഇപ്പൊ പ്രശ്നമുള്ളൂ അല്ലേ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തു, ഇനി സനദിനെ കുറിച്ചിട്ട് ഇവരാരും ചോദിക്കാനൊന്നുമില്ലേ? കേരള മുടി ജമാഅത്ത് ചോദിക്കല്ലേ? എവിടേക്ക് പോയി? കേരള മുടി ജമാഅത്ത് ചോദിക്കല്ലേ? ഈ പൊന്മളന്റെ പഴയ കാലത്ത് പറഞ്ഞു നോക്കാം നിങ്ങള്, മർക്കസിലെ മുടി സനദൊക്കെ പരിശോധിച്ചിട്ട് വെച്ചതാണ്, ആ മുടി കൊടുത്തെന്ന് പൊന്മള പറഞ്ഞ. ആർക്കും ഒരു ഇടമില്ലാത്ത വിധം അതിന്റെ ആളുകൾ തന്നെ സനദോടുകൂടി ഇത്രയും ജനലക്ഷങ്ങളെ സാക്ഷ്യപ്പെടുത്തി ഉസ്താദിനെ ഏൽപ്പിച്ചത് തന്നെ അതിന്റെ വ്യക്തമായ തെളിവ്. അതായത് സനദോടുകൂടി ഈ മുടി ഏൽപ്പിച്ചതാണ് ആ മുടി വ്യക്തമായ തെളിവായത്. സനദില്ലാതെ ഏൽപ്പിച്ചുകൂടി അംഗീകരിക്കാൻ പറ്റൂല. അന്ന് പൊന്മള പറഞ്ഞതാ. സനദില്ലാതെ ആണെങ്കിൽ പിന്നെ എന്ത് പറ്റൂല, അത് അംഗീകരിക്കാൻ പറ്റൂല. സനദോട് കൂടിയായതുകൊണ്ട് മാത്രമാണ് അത് നമ്മൾ അംഗീകരിച്ചത് അല്ലേ? ഇനി വാങ്ങി വെച്ച ശേഷം സനദ് പരിശോധിക്കണം എന്ന് പേരോട് പറഞ്ഞു നോക്കണി. ഒരു കാര്യമായ ഒരാൾ മക്കത്ത് നിന്ന് പറഞ്ഞു, അല്ലെങ്കിൽ യു എ നിന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഖത്തറിൽ നിന്ന്, ഏതോ വിദേശത്തുള്ളൊരു വലിയ ഒരു പ്രഗത്ഭനായ ഒരു അറബിയാണ് എന്റെ കയ്യിൽ ഇത് തന്നില്ല, ഇത് നിങ്ങൾ സ്വീകരിച്ചോളി, ഇത് രക്തവാദിച്ചിട്ട് തങ്ങളുടെ ഷെയർ മാർക്കാണ്. എന്നാ ഞാനെന്താ പറയാ, അതിന്റെ അഡ്രസ്സൊക്കെ കൊണ്ടാ ഞാനതൊക്കെ നോക്കട്ടെ. ഇല്ലില്ല, അത് വാങ്ങി വെച്ചിട്ട് ബാക്കി കാര്യമില്ല. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞില്ലേ, അത് വാങ്ങി ആദരവോടെ വെച്ചിട്ട് പിന്നെയല്ലേ അതിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടത്, അതല്ലേ അത് പിന്നെ ചിന്തിച്ചാൽ മതിയായിരുന്നു. പിന്നെ നിങ്ങൾ ചിന്തിച്ചില്ലാന്നില്ലാണ് പ്രശ്നേ. പിന്നെ ചിന്തിച്ചാൽ മതി. ഞങ്ങൾ ആരും വാങ്ങണതിന്റെ മുമ്പ് സനദ് വാങ്ങണമെന്നല്ല പറഞ്ഞത്. ആദ്യം ആ ഓടിന് വാങ്ങി വെച്ചിട്ട് ഞാൻ എന്റെ സനദ് എടുത്ത് ചോദിച്ചുവിടുന്ന. അപ്പൊ വാങ്ങി വെച്ചാൽ ചോദിക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. നേരത്തെ ഉസ്താദിനോട് മഗ്രിബ് നിസ്കരിക്കുന്ന സമയത്ത് സ്വകാര്യം പറയുമ്പോൾ ഞാൻ സമീപത്തുണ്ടായിരുന്നു. സനദ് തരുമ്പോൾ നിങ്ങൾ ഒപ്പിട്ട് തരണമെന്നാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ആ കണ്ടതനുസരിച്ച് അവിടുത്തേക്ക് കൈമാറാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ തരാതിരുന്നത്. ഇപ്പോൾ ഞാൻ കൈമാറാൻ പോകുന്നു. ആദ്യം പറഞ്ഞത് സനദ് കഴിഞ്ഞല്ലോ, സനദ് തരുമ്പോ ഒപ്പിട്ട് തരണം. അതൊക്കെ പറഞ്ഞിക്കൂടെ സനദ് ഉണ്ടെന്നും സനദ് തന്നെന്നും സനദ് വേണമെന്നും അത് ഒപ്പിട്ട് തരണമെന്നും എല്ലാതും പറഞ്ഞിട്ടുണ്ടേ. ഈ നോക്കി, സ്വപ്നത്തിൽ സക്കാഫി സ്വപ്നത്തിലവിടെ കൂടണ്ടേ. കേക്കി, ഉസ്താദിനോട് മഗ്രിബ് നിസ്കരിക്കുന്ന സമയത്ത് സ്വകാര്യം പറയുമ്പോൾ ഞാൻ സമീപത്തുണ്ടായിരുന്നു. സനദ് തരുമ്പോൾ നിങ്ങൾ ഒപ്പിട്ട് തരണമെന്നാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ആ കണ്ടതനുസരിച്ച് അവിടുത്തേക്ക് കൈമാറാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ തരാതിരുന്നത്. ഇപ്പോൾ ഞാൻ കൈമാറാൻ പോകുന്നു. അവിടുന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം വിവർത്തനം ചെയ്യാൻ എന്നോട് ഉസ്താദ് ആവശ്യപ്പെട്ടു. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വിവരം അങ്ങോട്ട് പറഞ്ഞു. ഞാനത് വിവർത്തനം ചെയ്തു. എല്ലാവരും കണ്ടു കേട്ടു. സനദ് വ്യക്തമായി ലക്ഷങ്ങളെ മുന്നിൽ വെച്ച് അതാ കൈമാറി ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശം കൈമാറിയപ്പോൾ ഈമാനുള്ള ഒരൊറ്റ മനുഷ്യരും പിന്നെ അതാ സംശയമില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരം നിസ്കരിച്ചു എന്നതിന് തെളിവില്ലെന്ന് ചേകനൂര് പറഞ്ഞപ്പോ നമ്മൾ തെളിവ് പറഞ്ഞത് ബുഖാരിയിലെ സനദുള്ള ഹദീസാണ്. സനദ് കൊണ്ടല്ലേ കാര്യം സ്ഥിരപ്പെടുത്താറുള്ളത്. സനദോടുകൂടി പരസ്യമായി ലോക പ്രശസ്ത പണ്ഡിതന്മാരെ മുന്നിൽ വെച്ച് ഇത് പരസ്യമായി കൈമാറിയപ്പോ
മുസ്ലിങ്ങൾ സന്തോഷിച്ചു. ഞങ്ങളെ കേരള മണ്ണിൽ അതാ ബറക്കത്ത് കിട്ടിയല്ലോ. ഞങ്ങളെ നേതാവിന്റെ തിരുവേശം ഒരു സംശയത്തിന് വിടവില്ലാതെ രഹസ്യമായി മാത്രമല്ല പരസ്യമായി തന്നെ ലോകത്തുള്ള മുഴുവൻ അരുവികളുടെയും അംഗീകാരത്തോടെ ഈ കേരളത്തിൽ കിട്ടിയല്ലോ. അൽഹംദുലില്ലാഹ്, തങ്ങൾക്ക് പോയി ആ പുണ്യകേശം കാണാമല്ലോ. അതിട്ട വെള്ളം സഹാബത്ത് കുടിച്ചതുപോലെ കുടിക്കാമല്ലോ. എന്തെങ്കിലും സന്തോഷം കൊണ്ട് കണ്ണുനീരൊലിപ്പിക്കുമ്പോ ഒരു കാര്യമായ ഒരാൾ മക്കത്തുനിന്ന് വരും, അല്ലെങ്കിൽ UAE എന്ന് പറയും, അല്ലെങ്കിൽ ഖത്തറിൽ നിന്ന് പറയും, ഏതോ വിദേശത്തുള്ളൊരു വലിയ ഒരു പ്രഗത്ഭനായ ഒരു അറബിയാണ്. ഈ നെല്ലിക്കുത്തെന്ന് പറഞ്ഞു നോക്കിങ്ങള്, സനത് അതിന് സനതുണ്ടോ അല്ലേ? നെല്ലിക്കുത്ത് ഉസ്താദ് പറയട്ടെ, ഇവിടെ വരികളെ. നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോൽക്കുക ചെയ്യുവാറാകട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടിയും ഉസ്താദന്മാർക്ക് വേണ്ടിയും ഒക്കെ ദ്വാരക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോൽക്കുക ചെയ്യുവാറാകട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടിയും ഉസ്താദന്മാർക്ക് വേണ്ടിയും ഒക്കെ ദ്വാരക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ ഇതിന് സരതുണ്ടായപ്പോ പിന്നെയും പറഞ്ഞുകൊണ്ട് കാരണം എന്താ അർത്ഥമായിരുന്നത്? സരത് തെളിവല്ലേ, വോട്ട് പിരാന്താന്ന് പറയേണ്ടി വരും. അല്ലാതെ ചിലരാക്കല്ലേ വോട്ട് പിരാന്താണ്, വോട്ട് പിരാന്താന്ന് പറയുന്നത്. അല്ലാത്ത ശരതുണ്ടായിട്ട് എങ്ങനെ തെളിവല്ലാക്കുന്നത്? ശരത് തെളിവല്ലേ? സനദാള്ള ഇസ്ലാമിൽ തെളിവ്, ബുഖാരിയുടെ എന്താ തെളിവ്? സനദ്. മുസ്ലിമിനെന്താ തെളിവ്? സനദ്. ഇതിനെന്താ സനദ് തെളിവ് അല്ലാക്കിടങ്ങൾ? പിന്നെ വേറൊന്നും എല്ലാവർക്കും ആലോചിച്ചാൽ അറിയാം. മുടി ഇവിടെ കൊണ്ടുവന്നപ്പോഴും ഇവർക്കൊന്നും ഒരളക്കമല്ല. മുടി കൊടുത്തപ്പോ ആ വലിയ സമുദായത്തിന്റെ ഇടയിൽ കൂടി കൊടുത്തപ്പോഴൊന്നും പറയാനില്ല. പറയട്ടെ, സനദാണ് തെളിവ്. ഇതിന് ബുഖാരിയെ പോലെ സനദുണ്ട്, പിന്നെന്താ പോരെ നെല്ലിപ്പത്ത് കഴിക്കണത്? അത് പിന്നെ റദ്ദില്ല ഒരു പ്രദർശിപ്പിച്ചോളും കാര്യങ്ങളൊന്നും പറയാനില്ല. പിന്നെ 40 കോടിന്റെ പള്ളിന്ന് പറഞ്ഞപ്പോ ഏത് വിരാന്ത്, അതാണ് ഓക്കെ വിരാന്ത് വെച്ചത്. അപ്പൊ ഓക്കെ വിരാന്തായി. കാരണം ഈ പള്ളിയില് ആ പള്ളിയിൽ പല രഹസ്യമുണ്ട്. ഒരാഴ്ച വാങ്ങാൻ കഴിഞ്ഞു പരിശോധിച്ച ഇത് എല്ലായിടത്തും കൂടി വാങ്ങിയിട്ട് എന്റെയും പള്ളിയെന്ന് പറഞ്ഞാണ്ട് ഇത്രയും വലിയ പള്ളിയിൽ എത്ര നിസ്കരിക്കാൻ വേണം? ഇത്രയും പള്ളി എടുത്താൽ മതി, അവിടെ നിസ്കരിക്കാൻ വേണ്ടേ? ആ നിസ്കരിക്കാൻ വരണം. നീ അലവി മാലിക്ക് എങ്ങനെ പേര് കൊടുക്കട്ടെ? അലവി മാലിക്ക് എങ്ങനെയത് എന്റെ കയ്യിൽ മുബാറക്ക് ഉണ്ട് എന്ന് മാത്രമല്ല, പരിശുദ്ധ മക്കയിൽ നിന്ന് ഈ തങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ ഒരിക്കൽ എനിക്ക് ഷാർ മുബാറക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരിവിടെ SYSന്റെ സമ്മേളനത്തിന് വന്നപ്പോഴും മഹാനവികളോട് ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു ഷാർ മുബാറക്ക് ഉണ്ട്, അതിന്റെ സനദ് ഇതാ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുതൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാറിന്റെ കട്ടും ഹജ്ജത്തുൽ വദാഇൽ വെച്ച് വിതരണം ചെയ്ത ആൾ വരെയുള്ള പരമ്പര അവിടെ ടൈപ്പ് ചെയ്ത് എന്റെ റൂമിൽ വെച്ചത് ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചത്, അദ്ഹലി അൻ ഉഖബ്ബിലഹു, ഈ മുടിയൊന്ന് ചുംബനം ചെയ്യാൻ എനിക്ക് സമ്മതം തരുമോ? ഞാൻ പറഞ്ഞു അൽഫമറ, 1000 വട്ട സമ്മതം. എപ്പോ? ഞാൻ മുതൽ ഈ മുടിയുടെ സനദ് അവിടെ വിതരണം ചെയ്തപ്പോൾ ഹജ്ജത്തുൽ വദായിൽ വെച്ച് അത് നൽകിയ ആള് വരെയുള്ള സനദ് കാണിച്ചു കൊടുക്കുമ്പോ അപ്പോഴേ ഉള്ളൂ അലവി മാലിക്ക് മുത്താൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ സനദുണ്ട് എന്ന് പറയുകയും അത് പിന്നെ അതിന്റെ ഒരു രൂപമെങ്കിലും കാണിച്ചു കൊടുക്കാൻ തയ്യാറാവുമ്പോഴാണ് ആരും അംഗീകരിച്ചിട്ടുള്ളൂ. പോലെ ഇതന്നല്ലേ ഞങ്ങളും പറഞ്ഞത് അല്ലേ?
ഒക്കെ ഇങ്ങനെ പൊളിയട്ടെ എന്നോ. ഒരു തലക്കെന്ന് പഴയ നിങ്ങളെ പ്രസംഗങ്ങൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും ഇപ്പൊ ഈ പഴയതൊക്കെ ഇടുന്നു. പഴയതിട്ടാലാണ് പുതിയത് പൊളിയാ. അങ്ങനെയാണ്, പഴയതിടുമ്പോ പുതിയത് പൊളിയും. ഇൻഷാ അല്ലാഹ്. അല്ല ഉസ്താദെ, ഞാൻ ബർക്കത്തിലെ മുടി ലക്ഷക്കണക്കിന് ആളുകളോ വൈവിധ്യത മുടിയല്ലേ നമുക്ക്. എന്നിട്ട് അതുകൊണ്ട് അല്ല, അതുകൊണ്ട് നമ്മളെ അലി മൗലവി പാലക്കാട് ജില്ലാ കോളി. അത് ഹസ്രജിന്റെ കുടുംബ പരമ്പരയിലൂടെ അല്ലേ മുടി വന്നത്? ഹസ്രജിന്റെ അപ്പ, അപ്പാന്റെ അപ്പ, അങ്ങനെയല്ലേ വന്നത്? ആയിരിക്കണം. അല്ല, ആണെന്ന് ഉസ്താദിന് ഉറപ്പില്ലേ? ആർക്ക്? എനിക്ക് ഉറപ്പുണ്ട്. അതെ, കുടുംബ പരമ്പരയിലൂടെ വന്നാന്ന് ഉറപ്പില്ലേ? അതല്ല, ലക്ഷക്കണക്കിന് ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ട് ഹസ്രജിന്റെ കുടുംബ പരമ്പരയിലൂടെ മുടി കിട്ടിയ സമയത്തല്ലേ വായിച്ചത്? അതെ. അതെ. അപ്പൊ ഇതൊക്കെ ഇവര് പറഞ്ഞതാ. നിങ്ങൾ ഞേപ്പി കുടുങ്ങുമ്പോ എന്താ ചെയ്യുന്ന നോക്കി നിങ്ങള്? അഹമ്മദ് ഖസ്രി അദ്ദേഹമാണ് താങ്കൾക്കത് കൈമാറിയത് എന്ന് പറയുന്നത്. കുടുംബപരമായി അദ്ദേഹത്തിൽ അത് നിക്ഷിപ്തമായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്ന് ആ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ പറഞ്ഞിട്ടില്ല. ഏത് കൈകാര്യ ശൃംഖലയിലൂടെ കിട്ടി? അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇവിടെ ഇന്റർവ്യൂ നടത്തപ്പെട്ട ആളുകളോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് വളരെ വ്യക്തമായ പരമ്പരയിലൂടെ ലഭിച്ചിട്ടുള്ളതും എന്റെ പിതാവിന്റെ കാലത്ത് തന്നെ അത് എന്റെ വീട്ടിൽ നിക്ഷേപിച്ചിട്ടുള്ളതുമാണ് എന്നല്ലാതെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലൂടെ ലഭിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അല്ല അതൊക്കെ നിങ്ങളോടൊക്കെ നിങ്ങളെ പാലക്കാട് ജില്ല കാളി പറയണ കേക്കിൻ. അല്ല ഉസ്താദെ, ഞാൻ ബർക്കത്തിലെ മുടി ലക്ഷക്കണക്കിന് ആളുകളോ വൈകിട്ടിയ മുടിയല്ലേ നമുക്ക്. എന്നിട്ട് അതുകൊണ്ട് അല്ല, അതുകൊണ്ടത് ഹസ്രജിന്റെ കുടുംബ പരമ്പരയിലൂടെ അല്ലേ മുടി വന്നത്? ഹസ്രജിന്റെ അപ്പ, അപ്പാന്റെ അപ്പ, അങ്ങനെയല്ലേ വന്നത്? ആയിരിക്കണം. അല്ല, ആണെന്ന് ഉസ്താദിന് ഉറപ്പില്ലേ? ആർക്ക്? എനിക്ക് ഉറപ്പുണ്ട്. അതെ, കുടുംബ പരമ്പരയിലൂടെ വന്നാന്ന് ഉറപ്പില്ലേ? അതല്ല, ലക്ഷക്കണക്കിന് ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ട് ഹസ്രജിന്റെ കുടുംബ പരമ്പരയിലൂടെ മുടി കിട്ടിയ സമയത്തല്ലേ വായിച്ചത്? അതെ. ചെയ്യപ്പെട്ടിട്ടുള്ളത് അഹമ്മദ് ഖസ്രി അദ്ദേഹമാണ് താങ്കൾക്കത് കൈമാറിയത് എന്ന് പറഞ്ഞു. കുടുംബപരമായി അദ്ദേഹത്തിൽ അത് നിക്ഷിപ്തമായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്ന് ആ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ പറഞ്ഞിട്ടില്ല. ഏത് കൈകാര്യ ശൃംഖലയിലൂടെ കിട്ടി? അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇവിടെ ഇന്റർവ്യൂ നടത്തപ്പെട്ട ആളുകളോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് വളരെ വ്യക്തമായ പരമ്പരയിലൂടെ ലഭിച്ചിട്ടുള്ളതും എന്റെ പിതാവിന്റെ കാലത്ത് തന്നെ അത് എന്റെ വീട്ടിൽ നിക്ഷേപിച്ചിട്ടുള്ളതുമാണ് എന്നല്ലാതെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലൂടെ ലഭിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ കുടുംബം വളരെ വിശ്വാസയോഗ്യമായ കുടുംബമാണ് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി കുടുംബത്തിന്റെ പരമ്പര പറയുകയും ഈ തിരുകേശം എനിക്ക് വളരെ വിശ്വസ്തമായ രേഖയിലൂടെ ലഭിച്ചതാണെന്ന് പറയുകയും ചെയ്തു. മുഹമ്മദ് ഖസ്രിജിക്ക് എന്തായാലും ഇങ്ങനെ തിരുകേശമുണ്ട് എങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചോദിക്കുക ചെയ്യുവാനാകട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടിയും ഇത്രയും വലിയ പള്ളിയിൽ എത്ര നിസ്കരിക്കാൻ വേണം? ഇത്രയും പള്ളി എടുത്താൽ മതി, അവിടെ നിസ്കരിക്കാൻ വേണ്ടേ? അവിടെ നിസ്കരിക്കാൻ വരണം. ഈ ചെയ്യപ്പെട്ടിട്ടുള്ളത് അഹമ്മദ് ഖസ്രി അദ്ദേഹമാണ് താങ്കൾക്കത് കൈമാറിയത് എന്ന് പറഞ്ഞു. എന്ത് കുടുംബപരം ഇവര് തോന്നുന്ന സമയത്ത് തോന്നുന്നത് പറയുന്നത് നിങ്ങൾ ഇവര് തോന്നുന്ന സമയത്ത് തോന്നുന്നത് പറയാനല്ലാതെ അല്ലേ? തോന്നുന്ന സമയത്ത് തോന്നുന്നത് പറയാൻ അല്ലാതെ എന്താ വലിയൊരവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്റജിയുടെ കുടുംബ പരമ്പരയായിട്ടാണ് തന്നതല്ലേ? വീണ്ടും വീണ്ടും ചോദിക്കാണ്. ആ ശരിയാണ്, അങ്ങനെ തന്നെ തന്നത്. ഇയാളോട് ചോദിക്കുമ്പോൾ ഇയാൾ തന്നെ പറഞ്ഞത് എത്രയോ തെളിവുകളെ നമ്മളെ കണ്ട്. മൂപ്പര് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കുടുംബ പരമ്പരയായി വന്നതാണ് എന്ന് മൂപ്പര് പറയുന്നതിന് തെളിവുണ്ട്. അല്ലാത്തതുമായ കുറെ തെളിവുകൾ നമ്മളെ കയ്യിലുണ്ട് അല്ലേ? എത്രയോ തെളിവുകൾ പിന്നെ ഈ സനദ് വായിക്കുന്നതും കസിൽ മുടി എത്തിയ സമയത്തുള്ള രംഗങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ നമ്മളെ കയ്യിൽ തെളിവ് സഹിതമുണ്ട്. മർക്കസിൽ മുടിയെത്തിയ സമയത്തുണ്ടായ സംഭവങ്ങൾ, മർക്കസിൽ മുടിയെത്തുന്ന സമയത്ത് പേരുടെ റഹ്മാൻ സഖാഫി വായിക്കുന്നതും വായിച്ചത് ഇത് അവിടെ വായിച്ചു കേൾപ്പിച്ചത് സനദാണെന്ന് പറഞ്ഞതും ഇവിടെ സനദ് വായിച്ചു കേൾപ്പിക്കുകയാണെന്ന് പറഞ്ഞതും അടക്കം എത്രയോ തെളിവുകൾ, നൂറുകണക്കിന് തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ടതായി നമ്മുടെയൊക്കെ കൈകളിലുണ്ട്. പിന്നെ ഇതൊക്കെ കേട്ടിട്ട് ഇവര് പറഞ്ഞ സംഭവം തന്നെ ഇവരെ തന്നെ തിരുത്തി പറയാന്ന് പറഞ്ഞാൽ എന്താ പിന്നെ അർത്ഥമുള്ളത്? എന്താ പിന്നെ അർത്ഥമുള്ളത്?
അവിടെ മുടി കൊടുക്കുന്ന സമയത്ത് ഇവരിങ്ങനെ വിശദീകരണമൊക്കെ കേട്ട് നമ്മൾ അന്തം വിടും. എത്ര സ്ട്രോങ് ആയിട്ടാണ് അവിടെ പറയുന്നത് അല്ലേ? പ്രസ് മീറ്റിലൊക്കെ ഇവർ പറയുന്നതോ അതതിനേക്കാൾ വലിയ രസമാണ്. പ്രസ് മീറ്റിൽ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് അന്തം വിടും. ഓരോ സമയത്ത് ഓരോന്നും അല്ല, ഈ പറയുന്നവരെന്നെ ആകാശത്തൊന്നും മലക്കിറങ്ങി വന്നാലും അവർ സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമല്ല. ആ നിലയിലുള്ള വർത്തമാനങ്ങളാണ് അവർ കവലിപ്പിക്കൽ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് രേഖ കൊടുക്കേണ്ടതില്ല. പറയുന്നത് ഇന്ത്യക്കാരായ വിശ്വാസികളെ, നിങ്ങൾക്കിതാ ഞാനൊരു വലിയ സമ്മാനം തരാൻ പോകുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വെള്ളം കൊടുക്കാൻ ഉപയോഗിച്ച പാത്രമാണ് ഞാൻ ഉയർത്തി കാണിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അതിനകത്ത് നോക്കാൻ ഒരു അവസരം ഞാനിതാ നൽകുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട ശൈഖ് അബൂബക്കറുമായി സംസാരിച്ചുകൊണ്ട് ഇതിൽ ഒഴിച്ച വെള്ളം നിങ്ങൾക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും, അത് ഇൻഷാ അല്ലാഹ് എങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ബഹുമാനപ്പെട്ട ശൈഖ് അബൂബക്കർ നിങ്ങളെ ഉണർത്തുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം കുടിച്ച ആ പാത്രത്തിന്റെ ബറക്കത്ത് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ വിശ്വാസികൾക്കും എത്തണം എന്ന ഉദ്ദേശമുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്കിത് നൽകുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇൻഷാ അല്ലാഹ് ആ പാത്രത്തിൽ ഒഴിച്ച വെള്ളം അത് നമുക്ക് എങ്ങനെയാണ് ബറക്കത്തെടുക്കാൻ ലഭിക്കുക എന്നത് ശൈഖുന പിന്നീട് നമ്മെ അറിയിക്കുന്നതാണ്. അറിയിച്ചോ? അല്ല, ഈ സംഭവം പിന്നെ അറിയിച്ചുക്കണോ? അറബി പറയാൻ നിൽക്കും. ഇന്ന് വരെ പിന്നെ അത് അറിയിച്ചുക്കണം. എങ്ങനെ വെള്ളം കിട്ടുക? ഞാൻ കുറെ ഇങ്ങനെ ആലോചിച്ചു. മൂപ്പരെ വല്ല പ്രശ്നമുണ്ടോ എങ്ങനെ വെള്ളം കിട്ടുകയെന്നുള്ളത്. അവരും ഞങ്ങളും കൂടിയോ ഞങ്ങളിപ്പോ കൊണ്ടുവന്നിട്ടതാ ഹസരജിയുടെ കയ്യിലുള്ള പരമ്പര ഇതാന്ന് വായിച്ചാൽ അവർ പറയും അത് നിങ്ങൾ കയ്യിലുണ്ടാക്കിയതാണെന്ന്. അത് പറയാതിരിക്കാനാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ വാ, ടിക്കറ്റ് നമ്മൾ എടുത്തു തരാൻ വേണമെങ്കിൽ നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടി ഹസരജിയുടേക്ക് പോകാം, എന്നിട്ട് രേഖ പരിശോധിക്കാം എന്ന് പറയും. ഞങ്ങൾ പറയുന്നു അവരെന്തുകൊണ്ട് തയ്യാറാവാത്തത് എന്ന് നിങ്ങൾ ചോദിക്കണം ഈ പത്രക്കാരല്ലോ. ഒന്നുകൂടി, അവരിവിടുന്ന് 25,000 ഉറുപ്പ്യക്ക് മുടിയിട്ട വെള്ളം വിറ്റു. വേലൂരിൽ കൊണ്ടുവന്ന വെള്ളം കത്ത് കാശ്മീരാണ് വിറ്റത്. ഒരു കുട്ടിക്ക് 25,000. ഒരു നയാ കാശ്മീർ ഞങ്ങൾ ഇവിടെ വിറ്റിട്ടില്ല. അയാളോട് നമ്മൾ ചോദിച്ചു, നിങ്ങൾ അപ്പറഞ്ഞ മുടിയിലെ വെള്ളത്തിന് സ്ഥലമില്ല, ചിലർ എവിടെയെന്ന് ചോദിച്ചു. ഇതുവരെ അവർ ചെലവ് കൊണ്ടുവരില്ല. അതുപോലെ തന്നെ കൂരിയാടിന് മിഞ്ഞാന്ന് നദിരി, അത് നിങ്ങളൊരു പത്രസമ്മേളനം വിളിച്ച നദിയില്ല, അദ്ദേഹം അവിടുന്ന് പിന്നെ ഒരു കുറെ വായിച്ചു. ഇന്ന സ്ഥലത്തൊക്കെ മുഹമ്മദ് നബിയുടെ തിരുശേഷിപ്പെടുന്നത് വായിച്ചു. അതിന്റെ സെലതെവിടെ ഞങ്ങൾ ചോദിച്ചു. ഇന്നുവരെ സെലത് കിട്ടിയിട്ടില്ല. നിങ്ങളുടെ പത്രക്കാരോട് ഞങ്ങൾ പറയുന്നത് അവരോട് 100 സെലതി നോക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. ഒന്ന് വേലൂരെ സെലതി ഞങ്ങൾക്ക് കിട്ടണം, ഇതുവരെ കിട്ടിയില്ല. വേലൂർ ഞങ്ങൾക്ക് വേണ്ടയ്യ അവര് വരുമെങ്കിൽ അത് ശരിയല്ലാന്ന് ചോദിച്ചാൽ ഞങ്ങൾ അറിയില്ല. ഞങ്ങളത് പഠിക്കണം. വേലൂരിൽ പോകാൻ അവരും തയ്യാറാണ്, നമ്മൾ തയ്യാറാണ്. അവര് പറഞ്ഞ് അവർ കൊണ്ടുവന്ന് വെള്ളം വിറ്റതിന്റെ സെലത് പഠിക്കാൻ പോകാൻ ഞങ്ങൾ റെഡി. ഞങ്ങൾ പറഞ്ഞതിന്റെ പഠിക്കാൻ അവർ വരാൻ റെഡിയില്ല. ഇവിടെയാണ് സത്യസന്ധത തെളിയിക്കപ്പെടുന്നതെന്നും. ഇനി രണ്ടാമത് അയാൾ പറഞ്ഞു മുഹമ്മദ് നബിയുടെ അടക്കം വിളിച്ചിട്ടുണ്ട്. ഇവിടുന്ന് പ്രസംഗിക്കാണ് ദാവൂദ്. അതിന്റെ സെലത് എവിടെയത് ഞാൻ ചോദിച്ചു. ഇന്നലെ കുട്ടിയാലും ചോദിച്ചു. ഇനി സാധനം പോയിക്കോട്ടെ, നിങ്ങൾ ഇനിയും ചോദിക്കാൻ പോകുന്നുണ്ട്. അതിന്റെ സെലത് അവർക്ക് ഹാജരാക്കാൻ കഴിയുന്നില്ല. ചരിത്രത്തിൽ രേഖപ്പെട്ട സെലതാണോ അത്? അതെ, അതേത് കിതാബുകൾ ചോദ്യം. അതിന്റെ സെലത് മുഹമ്മദ് നബിയുടെ പിന്നീടുള്ള പരമ്പര, ആ പരമ്പര കൊണ്ടുവന്ന് തെളിയിക്കാൻ അവർക്ക് കഴിയില്ലാതെ ഞാൻ ഉറപ്പിച്ച് പറയുന്നത് എല്ലാ പത്രക്കാരും എഴുതി വെച്ചോളി. കാണിച്ചിട്ട കാര്യത്തിൽ എല്ലാ ദിവസവും നൽകും. ഞങ്ങൾക്ക് കഴിയും ചെയ്യും, ഞങ്ങൾക്ക് കഴിയും. അതെ, അല്ലല്ല, ഞങ്ങളോട് ഇങ്ങോട്ട് പറയുന്ന അതേ കാര്യം കൊണ്ട് ചോദിച്ചാൽ ഞങ്ങൾക്ക് സാധ്യതയില്ല എന്നാണ് പറയുന്നത്. ഞങ്ങളോട് ഇങ്ങോട്ട് അവർ ചോദിച്ചിട്ട് മുഹമ്മദ് നബിയുടെ പരമ്പര വേണം, അതേ ചോദ്യം ഞങ്ങൾക്ക് അങ്ങോട്ട് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇല്ല. ഞങ്ങളോട് പൗരന്മാരല്ലേ? നിങ്ങൾ എഴുതിയ ഒരു പുസ്തകത്തിലെ രേഖ അതിന്റെ ഒരു നമ്മുടെ സ്ഥിരപ്പെട്ട ഒരു കിതാബിനെ അടിസ്ഥാനമാക്കി പറയുമ്പോൾ കേരളം മുസ്ലിങ്ങളെ എല്ലാവരും അതല്ലേ പറഞ്ഞത്. രേഖ ഉണ്ട്, രേഖയില്ലാതെ ഞങ്ങൾക്ക് പറഞ്ഞു.
ഞങ്ങൾക്ക് വേഗം പറഞ്ഞൊക്കെ അവരെ ഒരു രേഖയില്ല. അവര് പൈസ വാങ്ങി വിറ്റ മുടിക്ക് വേഗം അവരൊരു ഹാജരാക്കിയിട്ടില്ല. രേഖ ഹാജരാക്കട്ടെ. അവരെ കയ്യിൽ മുടിയല്ല. അവരും അതാ രസം. അവര് വേലൂരിന്ന് ഫ്രീ ആയിട്ട് കൊടുത്ത വെള്ളമാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. വേലൂരാ മുടിയുള്ളത് ഏതുകൂടി അത് അവരുടെ വിളിക്കുന്നത്. അവരെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എന്തെങ്കിലും ഞങ്ങൾ വിശ്വാസം. അവരെന്താണ് വിശ്വസിക്കലല്ല. അവരെ വിശ്വസിക്കാൻ ബാധിക്കുന്നു പറയും. വിശ്വസിക്കലെ തൊഴിൽ ബാധിക്കും. ആ ഭാഗം അവരെ അവരെ തെളിയിക്കാൻ തയ്യാറില്ല. ഞങ്ങളെ ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണ്. അവരെ തെളിയിക്കാൻ അവർ തയ്യാറില്ല. ഞങ്ങളെ തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മനസ്സിലായോ? അവരിത് പറയാൻ തുടങ്ങിയ അന്ന് മുതൽ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ വാദിച്ചതിന് നിങ്ങൾ തെളിവ് കൊണ്ടുവരണം. ഞങ്ങൾ ബാധിച്ചതിൽ ഞങ്ങൾ തെളിവ് കൊണ്ടുവരും. ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. ആ എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടത്, നിങ്ങൾ വാദിച്ച് നിങ്ങൾ തെളിവ് കൊണ്ടുവരണം. ഞങ്ങൾ വാദിച്ചു ഞങ്ങൾ തെളിവ് കൊണ്ടുവരണം. എന്നാൽ തെളിവ് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ തെളിവ് കൊണ്ടുവരില്ല. അപ്പൊ അത് നമ്മൾ അങ്ങനെ പറഞ്ഞില്ല. അത് നമ്മൾ പറഞ്ഞത് അങ്ങനെയല്ല, അത് നമ്മൾ പറഞ്ഞത് ഇങ്ങനെയല്ല, അത് നമ്മൾ പിന്നെ അതിപ്പോ അങ്ങനെ കൊടുന്നാൽ ശരിയാവൂല, അത് കൊടുന്നിട്ടില്ലെങ്കിൽ ശരിയാവൂല. അല്ലേ? എന്നെ സന്തോഷിപ്പിക്കുകയാണ് أن أعلن باسم السيد الوالد سماحة الإمام محمد الخضرجي رضي الله عنه. എന്റെ വന്യരായ പിതാവ് സമാഹത്തുൽ ഇമാം മുഹമ്മദ് ഖദ്റജി റളിയല്ലാഹു അൻഹുവിന്റെ പേര് നിങ്ങളുടെ മുമ്പിൽ ഉറക്കെ പറയുന്നത് എന്നെ സന്തോഷിപ്പിക്കുകയാണ്. وباسم الأنصار في العالم. അതുപോലെ അൽ അൻസാർ ഫിൽ ആലം, ലോകത്ത് അൻസാരികളുടെ പേരും അൻസാർ എന്ന സംഘടനയുടെ പേരും പറയുന്നതും ഞാൻ സന്തോഷത്തോടെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. وباسم مجلس أمناء الخزانة الخزرجية للآثار النبوية الشريفة. അതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാറുകൾ സൂക്ഷിച്ചു വരുന്ന ഖസാനത്തുൽ ഖസ്റജിയ എന്ന ആ മഹത്തായ സംരംഭത്തിന്റെ ആ ബോർഡിന്റെ അതിന്റെ നേതാവും പ്രസിഡന്റുമാണെന്ന നിലക്കും ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ അറിയിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. نقل أمانتي وحفظي وصوني وخدمتي. അതെ, അമാനത്ത് സൂക്ഷിപ്പിന്റെയും അതുപോലെ കാത്തു സംരക്ഷിക്കുന്നതിന്റെയും സേവനത്തിന്റെയും കാര്യം ഞാൻ നീക്കിവെക്കുകയാണ്. شعرة نبوية طاهرة من الذات النبوية الشريفة. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വന്ന ഏറ്റവും സംശുദ്ധമായ മഹത്തായ പവിത്രമായ അവിടുത്തെ പുണ്യ കേശം മുടി. ഇപ്പോ ശരീരത്തിൽ നിന്ന് വന്നാന്ന് പറഞ്ഞില്ലേ? മറ്റേ ശരീരത്തിന് അത് ശരീരമാണ്, ഇത് മുടിയാണ് എന്ന് മുമ്പ് പറയുന്നത് അല്ലെ? ശരീരത്തിന് നേരില്ല എന്ന് പറഞ്ഞാൽ അത് മുടിക്ക് നേരില്ല എന്നല്ല. കാരണം ഇപ്പൊ ശരീരത്തിൽ നിന്ന് വന്നാന്നാണ് ആദ്യം പറഞ്ഞത്. ഇതൊക്കെ മൂപ്പരെന്നെ പറഞ്ഞുകൊണ്ടേ. നമ്മൾ നൗഷാദാസിന് പറഞ്ഞപ്പോഴാണ് ഇയാളെ പഴയ പ്രസംഗമൊക്കെ ഒന്ന് പരിശോധിക്കാൻ. കാരണം ഇയാൾ പറഞ്ഞതിനൊക്കെ മറുപടി പഴയ പ്രസംഗത്തിലുണ്ടാവും. നൗഷാദാസിനെ പ്രസംഗിച്ചാൽ പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുന്നത്, ഇപ്പൊ ഇയാളിപ്പോ ഇത് ശരീരത്തിന്റെ ഭാഗമല്ല മുടി എന്ന് പറഞ്ഞുകൊണ്ടല്ലോ. അപ്പൊ ഈ മുടിയാണ് ശരീരത്തിന്റെ ഭാഗമാണെന്ന് പറയുന്ന തെളിവുണ്ടോ? അപ്പൊ അയാളെ പഴയ പ്രസംഗത്തിൽ തെളിവുണ്ട്. إلى فضيلة الشيخ العالم أبو بكر بن أحمد مسليار. الله أكبر الله أكبر الله أكبر. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുടികളിൽ നിന്ന് ഞങ്ങളുടെ ആധാറുകളിൽ ഞങ്ങൾ സൂക്ഷിച്ചു വരുന്ന മുടി മഹാനായ ഷെയ്ഖ് അബൂബക്കർ അഹ്മദ് അവറുകളിലേക്ക് ഞാൻ അതിന്റെ സൂക്ഷിപ്പ് ഇപ്പോൾ നീക്കിക്കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. الله أكبر الله أكبر. تدعيما منا لموقفه وشكرا على ما يبذله من أجل نشر العلم وخدمة الإسلام الحنيف. പരിശുദ്ധ ഇസ്ലാമിന്റെ സേവനവും വിജ്ഞാനത്തിന്റെ പ്രചരണവും അതിനുവേണ്ടി അദ്ദേഹം ചിലവഴിച്ച സമയങ്ങളും സന്ദർഭങ്ങളും പ്രയാസങ്ങളും അതിനെല്ലാം നന്ദിയായി അവിടുന്ന് കാണിച്ച ഈ ദീനീ സേവനത്തിന്റെ വക ആദരവായി അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സറഫാക്കപ്പെട്ട മുടി ഞാൻ ഇതാ ഷെയ്ഖ് അബൂബക്കറിന് കൈമാറാൻ പോവുകയാണ്. അല്ലാഹു അക്ബർ.
تكريما له واختصاص من سيدي مولاي ورسول الله صلى الله عليه وآله وسلم. ഇത് ശൈഖ് അബൂബക്കർ അവറുകൾക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വകയിലുള്ള ഒരാദരവായിട്ടാണ് ഞാൻ ഇത് നീക്കം ചെയ്യുന്നത് എന്നുകൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. وسيتفضل الشريف الشيخ سيدي محمد قاضي بقراءة السند الشريف. والسلام عليكم ورحمة الله تعالى وبركاته. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ ശൈഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ശൈഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സർവാകപ്പെട്ട മുടി ശൈഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. അല്ലേ, വായിച്ചതല്ല സനദ്, കൊടുത്തതാണ് സനദ് എന്നല്ലേ പറഞ്ഞു. നിശബ്ദരായി സഹോദരന്മാരെ, ഡൽഹിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറുകൾ സൂക്ഷിച്ചു വരുന്ന ഷാജഹാൻ ചക്രവർത്തിയുടെ കാലം മുതലേ സൂക്ഷിച്ചു വരുന്ന പരമ്പരയിൽപ്പെട്ട സയ്യിദ് ബാഖിർ അഹമ്മദ് അവറുകളും ഈ സദസ്സിൽ പ്രത്യേകമായി ഹാജരായിട്ടുണ്ടെന്നും നേരത്തെ ഇവിടെ സയ്യിദ് ബറക്കാത്ത് സയ്യിദന്മാർ മുഖേന ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകൾക്ക് ലഭിച്ച മുടി ഇവിടെ സൂക്ഷിപ്പുണ്ടെന്നും അതിന്റെ പുറമെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ബഹുമാനപ്പെട്ട ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട സഹാബത്ത് അൻസാരികളായ സഹാബത്തിന്റെ ഗോത്രപരമ്പരയിൽപ്പെട്ട UAE ഗവൺമെന്റിന്റെ ഔഖാഫിന്റെ മന്ത്രിയായിരുന്ന മഹാനവറുകളുടെ മകനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ആ മന്ത്രി സമാഹത്തിൽ ഇമാം മുഹമ്മദ് അൽ ഖസ്റജി അവരുടെ മകൻ അഹ്മദ് മുഹമ്മദ് അൽ ഖസ്റജി അവറുകളാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉസ്താദ് അവറുകളുടെ കയ്യിലേക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഇവിടെയുള്ള മുടിയുടെ സനദ് ഇവിടെ അച്ചടിച്ചു വെച്ചതാണെങ്കിലും ആ സനദ് ടെലിഫോണിൽ പറഞ്ഞു കൊടുക്കാത്തതിനാൽ ആർക്കെല്ലാമോ ക്ഷോഭമുണ്ടായതായി അറിഞ്ഞിരുന്നു. അല്ലാഹു തആല അവർക്കും നമുക്കുമൊക്കെ മനസ്സ് നന്നാക്കി തരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ആദരിക്കാൻ എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകുകയും ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദവരുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദവറുകളോട് ശൈഖ് അഹമ്മദ് അവറുകൾ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം നഖീബൻ മിൻ ഖബൈൽ അൻസാർ റളിയല്ലാഹു തആല അൻഹും വഅൻ ذرياتهم أجمعين وبه أشهد أني نقلت إلى فضيلة العالم العامل الشيخ الجليل أبو بكر بن أحمد المصطيار أمانة وحفظ وصيانة وخدمة أثر عظيم لسيد الأنبياء والمرسلين من الآثار التي شرفني الله عز وجل بانتقالها إلي بأسانيدها الصحيحة المتواترة المتصلة إلى الحضرة الطاهرة النبوية صلوات ربي وسلامه عليه وعلى آله وصحبه وسلم. وصفته شعرة شريفة من شعر الرأس الشريف بصفة دائمة بأمر من رسول الله صلى الله عليه وسلم ليعم النفع به على المسلمين والبركة على المؤمنين بموجب عقد انتقال الأمانة الموثق وذلك بتاريخ الخاص. ഉസ്താദവറുകൾ ഒപ്പുവെക്കുകയാണ്.
الأمر المطاع جئت شرفت المدينة مرحبا بالوداع. أكبر الله أكبر دائما أبدا على حبيبك طاي للخلق كلهم محمد سيد الكونين والثقلين والفريقين من عرب ومن عجم مولاي مولاي صل وسلم. പണ്ട് മരങ്ങളില്ലേ പണ്ട് മരങ്ങൾ പറയല അല്ല ഈ പറയുന്നവർ നീ ആകാശത്തുനിന്ന് മലക്ക് അത് അവരുടെ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. ആദ്യം ഒന്നും അർത്ഥത്തിൽ വന്നു, അവരിൽ ഞങ്ങൾ അവർക്ക് തെളിവ് കൊടുത്തു. രണ്ടാമത്തത് തെളിവ് ചോദിക്കുന്നതിന്റെ മുമ്പ് അവർ ഈ തെറ്റായ കുപ്രചരണം നടത്താൻ തുടങ്ങിയത്. അപ്പൊ വായിച്ചു എന്ന് പറഞ്ഞതോ അല്ലേ തെളിവിൽ പോകാമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈ വായിച്ചതോ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അല്ല അവരെ വിശ്വാസമുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് വിറ്റു. ഞങ്ങൾ പറയുന്നതിൽ അവർക്ക് വിശ്വാസം കാണുന്നില്ല. അതെന്തുകൊണ്ട്? അത് കാരണം അവർ പറയണം. ഉണ്ട്, തീർച്ചയായിട്ടും. വെല്ലൂരിലെ മുടിയിൽ ഓർക്ക് വിശ്വാസമുണ്ട്, പിന്നെ ഇവരെ മുടിയിൽ അമ്മക്ക് വിശ്വാസമില്ല. അതിന് കാരണം എന്ത്? അവരൊരു വെല്ലൂരെ മുടിക്ക് തെളിവുണ്ട്, സനതുണ്ട്. അത് ഏപ്പ് തന്നെ കണ്ടു, ഏപ്പിയുടെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ. ആ അല്ലല്ല ഞങ്ങൾക്ക് പരമ്പര വിദ്യാർത്ഥികളെ വിശ്വസിക്കും. ഈ തെളിവുകളൊന്നുമില്ല. തെളിവ് പല തെളിവുണ്ട്. പരമ്പരാഗതമായി വിദ്യാർത്ഥികളെ വിശ്വസിക്കും, അത് വിശ്വാസം. അതേസമയത്ത് ഇവര് ചോദിക്കുന്ന ഒരു തെളിവുണ്ട്, പരമ്പര. ആ പരമ്പര തെളിവാൻ ചോദിക്കും, വിശ്വാസമല്ല. വിശ്വാസപരമായി പരമ്പരാഗതമായി വിശ്വസിക്കും. അല്ല, ഈ പരമ്പരാഗതമായി കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെയല്ലേ ഈ പേരോട് സനത് എന്ന് പറഞ്ഞാല് ഈ പരമ്പര തന്നെയല്ലേ സനദിന് പറയാ. പരമ്പരാഗതമായി കിട്ടാൻ വിശ്വസിക്കും, സനത് വേണമെന്നില്ല. എന്തപ്പോ ഇപ്പൊ പരമ്പരാഗതമായി എന്ന് പറഞ്ഞാൽ സനത് തന്നെ എന്നെ നിർത്തേ. അതിന്റെ പരമ്പര അതന്നെയാണ് സനത്. ആ ഹസ്രജി കുടുംബത്തിലെ സഹോദരന്മാർ കുറെയുണ്ട്. അതിൽ ഏറ്റവും വലിയ പണ്ഡിതനും ഈ ഹസ്രജിയുടെ കാലത്ത് ഇന്ന് അദ്ദേഹം നടത്തിയിരുന്ന മതപഠന ക്ലാസ് നടത്തുന്ന ആളും ഇവിടെ തന്നെ പാണക്കാട് പണ്ട് വന്നിട്ട് ഒരു മാസം താമസിച്ച് പരിചയപ്പെട്ട ആളും ഇപ്പോൾ ഈ കേശവുമായി വന്ന സമയത്തും പാണക്കാട് അദ്ദേഹത്തിന്റെ മക്കളെല്ലാം കാണാൻ പോയിട്ടുണ്ട്, മുഹമ്മദ് തങ്ങളുമായിട്ട് ബന്ധത്തിന്റെ പേരിൽ. അങ്ങനെ ബന്ധമുള്ള ആളും അറിയപ്പെട്ട ആളും പ്രശസ്തനും ഇദ്ദേഹം മറ്റുള്ളവരെക്കാൾ എത്രയോ പ്രശസ്തനായ പണ്ഡിതനാണ്. ആ പണ്ഡിതൻ ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെയും ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളുടെയും എല്ലാത്തവരുടെയും മുമ്പിൽ പ്രാപിച്ച കാര്യം അത് തെറ്റാണെന്ന് ഇവർ പറയുമ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് അത് ശരിയായത് ഇന്നതാണെന്ന് ഇവിടെ കൊണ്ടുവന്ന് വായിച്ചു കൊടുത്താൽ അത് നിങ്ങൾ നിർമ്മിച്ചതാണെന്ന് പറയും. അത് പറയാതിരിക്കാനാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ വരൂ, ഞങ്ങളും വരാം, ഒന്നായി പോയിട്ട് അദ്ദേഹത്തെയോട് നമുക്ക് വാങ്ങാമെന്ന് പറയുന്നത്. എന്നല്ലാതെ ഞങ്ങൾക്ക് രേഖയില്ലാത്തത് കൊണ്ടോ സംശയമുള്ളത് കൊണ്ടോ അല്ല. ആദ്യത്തെ കേസത്തിന് ഇവർ രേഖയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ വ്യക്തമായി അത് കാണിച്ചപ്പോൾ രണ്ടാമത്തതിന് അവർ ചോദിക്കണ്ടായിരുന്നു ഞങ്ങളോട് രേഖ ഉണ്ടോന്ന്. അത് ചോദിക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കാണ് അവർ ചെയ്യുന്നത്. അല്ല, ഇപ്പൊ വിതരണം ചെയ്ത് നിങ്ങൾക്ക് നീക്കം ചെയ്ത സമയത്ത് പേരോട് പറഞ്ഞതാ ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് അവിടെ വായിച്ചില്ലേ? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് എവിടെ? അതിലാണ് കള്ളത്തരണ്ട് എന്ന് പറഞ്ഞത്. ജനങ്ങൾ നശിപ്പിക്കുകയാണ്, ഭിന്നിപ്പുണ്ടാക്കുകയാണ്. ഈ ഭിന്നിപ്പുണ്ടാക്കൽ അവസാനിപ്പിക്കണം. കിട്ടുന്നതിന്റെ ഇടയ്ക്ക് അതിന് രേഖ ഉണ്ടെന്ന് പറഞ്ഞവരാണ്.
നമ്മളെ പകർന്നിന്റെ അവരാദ്യത്തിൽ രേഖ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കുറ്റപ്പരയില്ലാതെ പറഞ്ഞത്. ആദ്യത്തെ ഇതിന്റെ രേഖ പൂർണ്ണമായി പരമ്പര ഞങ്ങൾ വായിച്ചത് ഇപ്പൊ അവർ അംഗീകരിക്കുന്നില്ല. അതിന്റെ എല്ലാം അവർ പറയുന്നത് അത് ഞങ്ങൾ ഉണ്ടാക്കിയല്ല. അപ്പൊ ഇതിനെ സംബന്ധിച്ച് അതിന്റെ പറയുന്നത് അതുകൊണ്ട് അവരെ കൂട്ടിപ്പോകുന്നത്. അതിന്റെ എല്ലാം പുറമെ അവർ പറഞ്ഞു എങ്ങനെ രേഖ കൊണ്ടുവന്നാലും സ്വീകരിക്കും. കയ്യിൽ കിട്ടിയതോട് സ്വീകരിക്കുന്നു. അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട്. എങ്ങനെ കണ്ടു അവർ പിന്നെ രണ്ടുപേരെ സ്ഥലത്താണോ വരികയാണ് എനിക്ക് പറയണോ? ഏതുകൊണ്ട് പള്ളിയും ടൗൺഷിപ്പും ഒരേ സ്ഥലത്താണ് വരുന്നത്. സൗകര്യം ഏത് പള്ളിയിൽ എന്തേ ചോദിക്കണത്? എന്തൊരു കഷ്ടം. ഓരെന്നെ ചുരുക്കുക അല്ലേ? സ്ഥലത്തുണ്ടാക്കുക പക്ഷേ ഈ പള്ളിക്ക് വിളിക്കാൻ വേണ്ടി അത് സീരിയൽ നമ്പറുകൾ ഇല്ലാതെ അതെ അത് ശരിയല്ല. അത് വിദേശത്തുള്ളതിനെ സംബന്ധിച്ചാണ് അവർ പറഞ്ഞത്. ഇവിടുത്തെ സംബന്ധിച്ചല്ല. വിദേശത്ത് അവിടുത്തെ നിയമപരമായിട്ട് എങ്ങനെയാ പറ്റുവെച്ചാൽ പറ്റുമ്പോഴാണ് കൊടുക്കുക. അതല്ലാതെ പുറത്തുകൊണ്ടുപോയി കൊടുക്കുന്നതല്ല. പ്രൈവറ്റ് റൂമിൽ പ്രവർത്തകർ അതിന്റെ സീരിയൽ നമ്പർ ഉണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാം? ആര് ഞങ്ങൾ കൊടുത്തു കൊടുക്കുന്ന പറഞ്ഞില്ല. മുപ്പര് ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. ആരെങ്കിലും ഇവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് വല്ല പ്രതികരണം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് പത്രസമ്മേളനത്തിൽ പറയും ഒരു പ്രതികരണവും ഇല്ല എന്നാണ്. പക്ഷെ എന്റെ പേരിൽ ഇവിടെ റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കലിൽ വന്നു തിരിച്ചു എന്ന് ഞാൻ അത് പറഞ്ഞിട്ടില്ല. പക്ഷെ ആവശ്യമാണെങ്കിൽ തിരിച്ചു കൊടുക്കും. അത് വേറെ വിഷയം. പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഞങ്ങളോട് മുമ്പ് ചോദിച്ചിട്ടില്ല. തങ്ങൾ ചോദിച്ചിട്ടില്ല. അല്ല പരസ്യമായിട്ടല്ല. ഞങ്ങൾ പരസ്യമായിട്ടല്ല മുമ്പരോട് വാങ്ങിയത്. പത്രത്തിൽ വന്ന അത് മുമ്പർക്ക് ഞാൻ പറഞ്ഞില്ല. തെറ്റിദ്ധരിപ്പിച്ചു. കത്ത് വാങ്ങി തെറ്റിദ്ധരിപ്പിച്ചു. മുമ്പരെ വഞ്ചിച്ചതാണ്. ശരിക്കും അവർ വഞ്ചിച്ചു. അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിക്കട്ടെ. അങ്ങനല്ല പറയണ്ടേ? അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹത്തോടെ ചോദിക്കട്ടെ. ഞങ്ങൾ ഗൗരവത്ത് പറഞ്ഞു ഞങ്ങൾ സ്വീകരിക്കില്ല. മുപ്പരെന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് വളരെ ഖേദകരമാണ്. ഈ ഒരു കൊടുത്ത സദനം മടക്കി വാങ്ങുന്നതിലുള്ള ദോഷങ്ങളും സംഗതികളൊക്കെ അറിയുന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞത് വഞ്ചിച്ച് വാങ്ങിയവര് തിരിച്ചു നമ്മൾ വഞ്ചിച്ച് വാങ്ങിയിട്ടില്ല. അത് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്ന ഫാസിമിനെ സംബന്ധിച്ചായിരിക്കുന്ന. കാരണം സെലവില്ലാത്ത വെള്ളം കൊണ്ടൊന്ന് 27 തിരിച്ചു അയാളാണ്. അയാളോട് വായിക്കാൻ പറഞ്ഞു ഒന്നും ഈ അല്ല. അത് മൂപ്പരോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവിടെയുള്ള എല്ലാ സംഗതിയും മൂപ്പരോട് അന്ന് പറഞ്ഞോളന്നില്ലല്ലോ. അതൊരു ചികിത്സക്ക് വന്നതാ. തെളിവല്ല. ചികിത്സക്ക് വന്നതാണ്. ഇവിടെ ഒരു കേസത്തിന്റെ വിവാദം ഉണ്ടായിരുന്നുവെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അപ്പറേ ശരിയാണ്. ഒരു വിവാദം ഇല്ലാത്ത സമയത്ത് അവിടെയുള്ള വീട്ടിലുള്ള സാധനം എല്ലാം പറയും ഒരാൾ അല്ല. അതിലൊക്കെ പുറമെ ഇപ്പോൾ ഇവരെ കത്തിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അവിടെ ഒരു സൂക്ഷിപ്പ് ഇല്ല എന്നാണല്ലോ. ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം. ഖദർജിയുടെ വീട്ടിൽ ഈ ആധാറുകൾ സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു റൂം ഉണ്ട്. ആ റൂമിൽ വളരെ ഭദ്രതയോടുകൂടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കൊല്ലത്തിൽ 2 പ്രാവശ്യം പ്രദർശിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പിതാവും ഈ കാണുന്ന സഹോദരന്മാരും എല്ലാം നിന്നുകൊണ്ടുള്ള ഫോട്ടോകൾ അവിടെയുണ്ട്. അങ്ങനെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു സാധനം ഇല്ല ഇവിടെ എന്നിട്ട് പറഞ്ഞാൽ അത് എന്താണ് അതിന് അർത്ഥമുള്ളത്? ഉണ്ട്. അതെ ഞാൻ പറഞ്ഞത് പ്രദർശിപ്പിക്കാറില്ല എന്ന് വാദിച്ചപ്പോ ഞാൻ ഇവിടുന്ന് അദ്ദേഹത്തിന്റെ കൂടെ മുസ്ലിമായിട്ട് സൗക്കാബിലുണ്ടായിരുന്ന സുലൈമാൻ പറഞ്ഞതിനെ ഞാൻ ടെലിഫോൺ ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്റെ പ്രസംഗത്തിൽ കേൾപ്പിക്കുന്നുണ്ട്. അവിടെ തന്നെ മജ്മുഅ സഖാഫ എന്ന് പറഞ്ഞ അബുദാബിയിലെ പ്രഗത്ഭമായ ഒരു വലിയ സ്ഥാപനമുണ്ട്. അവിടുത്തെ പ്രഗത്ഭനായ പണ്ഡിതനാണ് ബാറൂദ്. ആ ബാറൂദ് അതിൽ ഒപ്പിട്ട് ഈ ഉസ്താദിനൊക്കെ രേഖയിൽ ഒപ്പിട്ടിട്ടുണ്ട്. വേറൊരു താലി ഒപ്പിട്ടിട്ടുണ്ട്. അവിടുത്തെ പണ്ഡിതന്മാർക്ക് ഒപ്പിട്ട് കൊടുത്ത ഒരു രേഖ അത് വെറും രേഖയാണെന്ന് പറയാൻ മാത്രം ഞങ്ങൾ കരുതാവില്ല. അതിന്റെ അടിരേഖ പരിശോധിക്കണം അതിന് എന്ന് അവർ പറയുന്നത്. അവരും കൂടി വന്നാൽ പരിശോധിക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് പറയുന്നത്. അവരെ തയ്യാറാകുന്നില്ല. ഇതാ വിഷയം. മൊത്തത്തിലൊന്നും പോയാൽ റെഡി. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാം. വളരെ ഇനിയിപ്പോ നിങ്ങൾ ചിലപ്പോ അങ്ങനെ ചെറുതൊരു തമാശ നിങ്ങൾ ചോദിക്കലുണ്ടല്ല. ചോദിക്കുന്നതിനൊന്നും വിരോധമല്ല. വളരെ ആത്മാർത്ഥമായിട്ട് അവസാനം നിങ്ങളോട് പറയുന്നത് ഇതാണ്. ഞങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കുന്നു. ആദ്യത്തെ തീർദേശം ലഭിച്ചു. അത് പ്രദർശിപ്പിക്കുന്ന സമയത്ത്
അവർ അതിനെ എതിർത്തു. അതിന് പരമ്പരയില്ല, ശരതില്ല എന്നെല്ലാം പറഞ്ഞു. അന്ന് അവരോടുള്ള ചോദ്യത്തിൽ തന്നെ അവർ പറഞ്ഞതാണ് ശരിയായ പരമ്പരയുള്ളത് വേണമെങ്കിൽ അബൂദാബിയിലെ അഹമ്മദ് ഖദീജയുടെ അടുക്കൽ കാണാം എന്ന് അവർ പറഞ്ഞിട്ടുള്ളത് പെട്ട് കിടക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ആദ്യം കിട്ടിയ തിരുകേശത്തിന്റെ പരമ്പര പൂർണ്ണമായി ഞങ്ങളെന്ന് വായിച്ചപ്പോൾ അവർ പറയുന്നു അത് നിങ്ങൾ എവിടുന്നോ നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന്. അവരോട് ഇപ്പോഴും ഞങ്ങൾ ഇതിന്റെ പരമ്പര വായിച്ചാൽ അതും പറയും നിങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയതാണ്. അത് പറയാതിരിക്കാനാണ് ഈ അഹമ്മദ് ഹസ്രജി മാത്രമല്ല അതിന്റെ പേര് അബൂദാബി ഷെയ്ഖ് ഖലീഫ ഭരണാധികാരി അദ്ദേഹത്തിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റുണ്ട് ഗ്രന്ഥങ്ങൾ ശേഖരിക്കുകയും അടിക്കുകയും ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ ഉന്നതന്മാരായ പ്രധാന പണ്ഡിതന്മാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ ഒപ്പുവെച്ചിട്ടാണ് അവിടെ ഞങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ച അതിൽ പറയുന്നത് ഞങ്ങളടുക്കൽ വളരെ വ്യക്തം കണ്ട കൂടുതൽ വായിച്ചു കേൾപ്പിച്ചു. ആ വായിച്ചു കേൾപ്പിച്ചത് സനദല്ലാതെ ഞങ്ങൾ പറയണതേ ഇയാളൊരു പൊട്ടത്തരേ. ഇതുവരെ അയാൾ പറഞ്ഞ അവസാനം ഞാൻ ഈ പോയിന്റിലായിരുന്നു നമ്മൾ ഇവിടെ പിടിക്കാൻ വേണ്ടി നീണ്ടത്. അന്ന് അവിടെ വായിച്ച് കേൾപ്പിച്ചു. അപ്പോ അത് ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ അംഗീകരിക്കൂല, അതുകൊണ്ട് അവിടെയാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അറിയാതെ മൂപ്പർ എന്നെ അവിടെ വായിച്ച് കേൾപ്പിച്ചത് തന്നെയാണ് അവിടെ ഉള്ളത് എന്ന് പറയാം. ബാക്കി രേഖപ്രകാരം കിട്ടിയതാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് അതിന് സാക്ഷിയായിട്ട് 4 പണ്ഡിതന്മാരും അവിടെ ഒപ്പിട്ടിട്ടുള്ള ഇത് അവർ സ്വീകരിക്കാതെ ഇനി ഒരു പരമ്പര ഞങ്ങളോട് ചോദിക്കുമ്പോൾ ആ പരമ്പര ഞങ്ങൾ അവർക്ക് കൊടുത്താൽ അതവർ പറയും ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയതാണെന്ന്. നേരത്തെ അവർ ചോദിക്കുകയായിരുന്നു വേണ്ടത്, അത് ചോദിച്ചില്ല. ഈ പരസ്യമായി ജനങ്ങളെ മുഴുവനും പാവപ്പെട്ട ജനങ്ങളെ ഭിന്നിപ്പിച്ച് കലഹത്തിലാക്കുന്നതിന് ഇത് ചെയ്തു. എന്തോ ഒരു കഷ്ടം. ആദ്യത്തെ മുടി വന്നപ്പോ ടെലിഫോണ് വിളിച്ചിട്ടുള്ള എന്തിന്റെ ഒരു രേഖ ഉണ്ടോ എന്ന് ചോദിച്ചതാണ് പ്രശ്നം എന്നപ്പോ പറഞ്ഞത് അല്ലേ? അന്ന് ആദ്യത്തെ മുടി വന്നപ്പോ തന്നെ ഒരു ചോദിച്ചു, നമ്മൾ ആരും തന്നെ ചോദിച്ചു എന്ന് ഇയാളെന്നെ പറയുന്നുണ്ട്. ഒരു ആകെ പ്രശ്നമായിട്ടാ ചോദിച്ചത് പറയും. ഞങ്ങൾ പറയുന്നു അവർ ഞങ്ങളെ കൂടെ വരട്ടെ, ഞങ്ങൾ ഏതു സമയത്തും പോകാൻ തയ്യാറാണ്. അഹമ്മദ് ഹദറജിയുടെ അടുക്കൽ പോയി ചിലതില്ല എന്നാണ് അദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഇത് കേറിച്ചു മടങ്ങാൻ തയ്യാറാണ്. അദ്ദേഹം കാണിക്കുകയാണെങ്കിൽ ഇവരും കേറിച്ചു മടങ്ങണം. അത് അപ്പൊ സനതുണ്ട്. ഒന്നാം സനദിൽ പറയും ഇത്ര കാലമായിട്ട് അയാളിപ്പോ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് വന്നാ കൊണ്ടിരുന്നല്ലോ. ഖേദിച്ച് മടങ്ങാൻ സനദില്ലെങ്കിൽ മുടിക്ക് സനദില്ലെങ്കിൽ ഖേദിച്ച് മടങ്ങാൻ തയ്യാറാണെന്ന് കാന്തപുരം പറഞ്ഞ വാക്കിപ്പോ അയാൾക്ക് ആവർത്തിക്കാൻ തയ്യാറുണ്ടോ? ഇത്ര കാലമായിട്ട് അതിവിടെ രംഗത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിച്ചോക്കാം നിങ്ങൾ. ഈ നിമിഷം കൊണ്ടുവന്നില്ല, എന്നിട്ട് ഖേദിച്ച് മടങ്ങാൻ മൂപ്പര് തയ്യാറാത്രേ. എവിടെ ഖേദിച്ച് മടങ്ങണു? സനദില്ല, സനദിന്റെ ആവശ്യമില്ല, സനദ് തന്നെ ഇല്ല എന്ന് പരസ്യമായി ഇപ്പൊ സംബന്ധിച്ച സ്ഥിതിക്ക് ഖേദിച്ച് മടങ്ങണ്ടേ? അവർ നിർത്തണം, ഭിന്നിപ്പ് നിർത്തണം, ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കണം. പാണക്കാട് തങ്ങൾ ഖേദിച്ച് മടങ്ങിയാൽ ഞങ്ങൾ നിർത്താം, സനദില്ലെങ്കിൽ ഖേദിച്ച് മടങ്ങാം എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ വായിച്ചത് കള്ളത്തരത്തിലുള്ള സനദാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. അപ്പൊ അത് സനദല്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അത് നസബയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ വ്യക്തമായ സനദാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇവിടെ വായിച്ച് കേൾപ്പിച്ചത് കള്ളത്തരമായിരുന്നു എന്നും നിങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം നിങ്ങളുടെ പുസ്തകം മറ്റൊരു സനദായിരുന്നു എന്നും ഇത് രണ്ടും തമ്മിൽ ഭിന്നതയുണ്ട് എന്നും ഈ 2 സനദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഈ കേശവുമായി എത്തിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല എന്നും പരിപൂർണമായി ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഖേദിച്ച് മടങ്ങിക്കൂടെ? ഭിന്നത അവസാനിപ്പിച്ചൂടെ? അത് പറഞ്ഞതിൽ ഞങ്ങൾക്ക് വലിയ ഖേദമുണ്ട്. അദ്ദേഹം ഈ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്നു. എന്നാൽ ഞാനിപ്പോ തങ്ങളെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കട്ടെ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നു. ഒരു സാധനം അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ അവിടുന്ന് വന്നൊരു കത്ത് കൊടുത്ത് ഒരാളെ കൊണ്ട് ഒപ്പുവെപ്പിച്ചാൽ അഡ്ജസ്റ്റ് എന്നാണ് അവർ പറയുന്നില്ല. ഒപ്പുവെച്ചില്ല, ഇങ്ങനെ കാണിച്ചു വെച്ചത് നീലമഷിയാന്ന് അതിന് കാരണം പറഞ്ഞേ. നീലമഷി ഫോട്ടോ കോപ്പി തരണ്ടായിരുന്നു.